മുഅ്മിനീങ്ങളെ, മിഅ്റാജ് പ്രഭാഷണത്തിന്റെ മൂന്നാം ഭാഗമാണ്. ഇന്നലെ മിനിയാന്ന് നമ്മൾ മിഅ്റാജ് പ്രഭാഷണത്തെ കുറിച്ച് ചർച്ച ചെയ്തു. ഇസ്രാ മിഅ്റാജിന്റെ അത്ഭുത കഥകൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയ ആ സുന്ദരമായ രംഗം, ബുറാഖ് എന്ന വാഹനത്തിൽ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വാഹനത്തിന്റെ അകമ്പടിയോടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ മക്കയിൽ നിന്ന് പരിശുദ്ധമായ മണ്ണിൽ നിന്ന് അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോയ രംഗം ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗം നമ്മൾ പറയാം. ഇന്നലെ നമ്മൾ മൂന്ന് പ്രകാശത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട മൂന്ന് പ്രകാശം. ഒന്നാമത്തെ പ്രകാശം ഏതാ? നിങ്ങൾ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ചോദിച്ചു നോക്കുക. നിങ്ങൾ പറയും, കമന്റിലൊന്ന് അറിയിക്കും. മൂന്ന് പ്രകാശങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ? ഇസ്രാ മിഅ്റാജിന്റെ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട മൂന്ന് പ്രകാശം. മൂന്ന് സ്ഥലത്ത് ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു ആണല്ലോ. ബൈത്തുൽ മുഖദ്ദിസിലൊക്കെ എത്തുന്നതിന്റെ മുമ്പ് മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട്. ഞാൻ അറിയാൻ നോക്കട്ടെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. ഒന്നാമത്തെ സ്ഥലം ഏതാ? നിങ്ങളൊന്ന് കമന്റിൽ എഴുതി, ഞാൻ നോക്കട്ടെ. ഒന്നാമത്തെ സ്ഥലം ഏതാ? 1, 2, 3 സ്ഥലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കട്ടെ, നിങ്ങള് അത് ഓർമ്മ ഉണ്ടോ ഇല്ലെന്ന് നോക്കട്ടെ. ഒന്നാമത്തേത് മദീന, അൽഹംദുലില്ലാ മദീന, മാഷാ അല്ലാഹ്. രണ്ടാമത്തേതോ? ഒന്നാമത്തെ മദീന. ഓക്കെയാണ്. അപ്പൊ വലിയ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ശബ്ദം ഒന്നും വെറുതെ ആവണില്ല. മാഷാ അല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ മദീന. രണ്ടാമത്തെ സ്ഥലം വേദി. പെട്ടെന്ന് മദീന, അത് ഓക്കെ, അത് മനസ്സിലായി. രണ്ടാമത്തെ സ്ഥലം ഏതാ പറയും? രണ്ടാമത്തെ സ്ഥലം ഏതാണ്? നമസ്കരിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ യാത്രക്കടയിൽ രണ്ടാമത് ഇറങ്ങി നമസ്കരിച്ച സ്ഥലം കാണുന്നില്ലല്ലോ. തൂരി സീനാ പർവ്വതം. മാഷാ അല്ലാഹ്. ഓക്കെ അൽഹംദുലില്ലാ. അപ്പൊ ലൈവ് ശ്രദ്ധിക്കുന്നുണ്ട്, മനസ്സിലായി. തൂരി സീനാ പർവ്വതം, മാഷാ അല്ലാഹ്. അപ്പൊ അത് അൽഹംദുലില്ലാ. അപ്പൊ അതൊക്കെ നിങ്ങൾ വിജയിച്ചു. ചോദിക്കണം, ഉസ്താദിന് മാർക്കുണ്ടോ നോക്കട്ടെ. മൂന്നാമത്തെ ഒരു സ്ഥലം കൂടി ഉണ്ട്. അതേതാ? മൂന്നാമത്തെ ഒരു സ്ഥലം കൂടി, അതുകൂടി പറഞ്ഞോളി. എന്നാ നിങ്ങളെ സമ്മതിച്ചു ഞാൻ. മൂന്നാമത്തെ സ്ഥലം കൂടി പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ നിർത്തും. മൂന്നാമത്തെ സ്ഥലം ഏതാ? അതുകൂടി പറയും, ഞാൻ വരട്ടെ ലൈവില്. മൂന്നാമത്തെ സ്ഥലം ഏതാ? മദീന ഓക്കെ, തൂരി സീന അതൊക്കെ ഓക്കെയാണ്. മൂന്നാമത്തെ സ്ഥലം കൂടി പറഞ്ഞ ഇൻഷാ അല്ലാഹ് ഓക്കെ. ഏതാ? പെട്ടെന്ന് ആരാ ഫസ്റ്റ് കമന്റ് എടുത്തേ? മൂന്നാമത്തെ ഒരു സ്ഥലമുണ്ട്. ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഒരു പ്രവാചകരെ പ്രസവിച്ച സ്ഥലമാണ്. ഏതാണ് സ്ഥലം? പെട്ടെന്ന് എഴുതി. ബൈത്തുൽ മുഖദ്ദിസ് അല്ല, മദീന. ഒന്ന് ശരിയാണ്. രണ്ടാമത്തത് മറിയം ബീബി റളിയല്ലാഹു അൻഹ പ്രസവിച്ച സ്ഥലം, അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസവിച്ച സ്ഥലം. കറക്റ്റ്. അപ്പൊ ഓക്കെയാണ്. അൽഹംദുലില്ലാ. നിങ്ങൾ ഉഷാറായിട്ട് ആൾക്കാര്, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ ഈ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങള്, അപ്പൊ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈസാ നബി ജനിച്ച സ്ഥലം അത് മറക്കാൻ പാടില്ല. അത് ഓർമ്മയില്ലാത്തവർക്ക് ഓർമ്മ ഉണ്ടായില്ലേ? ഇതിനാണ് ലൈവില് കമന്റിൽ വരാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളോട് ലൈവില് കമന്റിൽ വരാൻ പറഞ്ഞതാ. ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അത് അറിയാത്ത ആളുകൾ ഇൻഷാ അല്ലാഹ് ഇപ്പൊ പഠിച്ചില്ലേ? അപ്പൊ മദീനത്തേക്ക് പോയപ്പോ ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട 3 പ്രധാനപ്പെട്ട അവിടെ ഇറങ്ങി ഫസല്ലി യാ റസൂലല്ലാഹ് നമസ്കരിച്ച 3 സ്ഥലങ്ങള്. ഒന്ന്, ഇനി മറക്കരുത്, പറയാത്തവരൊക്കെ പഠിച്ചോളി. ഒന്ന് മദീനയിൽ ഇറങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തത് തൂരി സീനാ പർവ്വതം, തൂരി സീനാ പർവ്വതത്തിലേക്ക് രണ്ടാമത്തത്. മൂന്നാമത്തതാണ് മറിയം ബീബി റളിയല്ലാഹു അൻഹ പ്രസവിച്ച സ്ഥലം, അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിച്ച സ്ഥലം. അപ്പൊ അത് 3 നമ്മൾ പഠിച്ചു ആണല്ലോ. അൽഹംദുലില്ലാ. അപ്പൊ ആളുകള് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. പുതിയ വിവരങ്ങള് അവര് പഠിക്കട്ടെ. പുതിയ വിവരങ്ങളല്ല, പഴയ കാലത്തെ മഹാന്മാരെ എഴുതി വെച്ചതാണ്. പക്ഷെ ഒരുപാട് അറിവുകൾ നമ്മൾ പഠിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിയാത്തവർക്ക് നമ്മൾ അത് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് അള്ളാഹു ഇജാബത്തോടെ, വെറും ആസ്വാദനമല്ല എന്നിപ്പോ മനസ്സിലായല്ലോ. അൽഹംദുലില്ലാ. പഠിക്കണം, അറിവുകൾ പഠിക്കണം. ജീവിതത്തിൽ അത് ഉപകാരപ്പെടട്ടെ.
ഉപകാരപ്പെടട്ടെ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ റഹ്മാനെ. അപ്പൊ വാള് പറയുമ്പോ നല്ലോണം ശ്രദ്ധിച്ചോണ്ടിട്ടാവും. അതിന്റെ പാട്ട് മാത്രം നോക്കിയാ വരാം. നല്ലോണം ശ്രദ്ധിച്ചോണ്ടി ഇടക്ക് ചോദ്യം വരും. ചോദ്യം വരുമ്പോ എന്ത് ചെയ്യണം? ഉടനെ ഇൻഷാ അല്ലാഹ് ആൻസർ വരണം. എല്ലാവരും ആൻസർ തരുന്നുണ്ട്, അത് വേറെ, അതൊരു രസമാണ്. എല്ലാവരും ആൻസർ തരുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അല്ലാഹു എല്ലാവരിലും ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവരിലും. അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചോളി, ചോദ്യം ഇടക്കിടക്ക് ഇങ്ങനെ വരും. ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് വിഷയം തുടങ്ങാം. അപ്പോ അങ്ങനെ നേരെ ബൈത്തുൽ മുഖദ്ദസിൽ ചെന്ന്, ബൈത്തുൽ മുഖദ്ദസിൽ അമ്പിയാക്കന്മാരുടെ വാഹനം പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം, അവിടെയാണ് ബുറാഖി എന്ന വാഹനം പാർക്ക് ചെയ്തത്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചില ആളുകളുണ്ട് നോ പാർക്കിംഗ് എന്ന് എഴുതിച്ച് അവിടെ തന്നെ കൊണ്ടിടും. അത് മലയാളികളെ ചെറിയ ഒരു സ്വഭാവമാണ്. നോ പാർക്കിംഗ് എന്ന് എഴുതിച്ചാൽ മൂപ്പർ അതൊന്നും കാണില്ല, അവിടെ തന്നെ കൊണ്ടിടും. അല്ല ഓട്ടോറിക്ഷ സ്റ്റാൻഡ് എന്ന് എഴുതിച്ചാൽ അവിടെ തന്നെ കാറ് കൊണ്ടിടും. അങ്ങനെ പറ്റൂല. അതങ്ങനെയാണല്ലോ, അത് ചില ആളുകളെ സ്വഭാവം. അപ്പൊ ചിലപ്പോ ഇതിണ്ടാവും ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കരുത്, എന്താണ്ട് അവിടെ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കും. അല്ലെങ്കിൽ ഇവിടെ തുപ്പരുത്. ഒരു ഉദാഹരണം പറയണെങ്കിൽ ഇവിടെ തുപ്പരുത്. എന്താ പോടുന്ന തുപ്പിയാല് എന്ന് പറഞ്ഞൊരു തുപ്പ് കൊടുക്കും. ഇവിടെ തുപ്പരുത് എന്ന് എഴുതിയാൽ അവിടെ തന്നെ തുപ്പും. ഇവിടെ പോസ്റ്റർ ഒട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒട്ടിക്കും. അത് ചില ആളുകൾക്കുള്ളൊരു സ്വഭാവമാണ്. അപ്പോ അത് സ്വന്തം മാറാൻ നമ്മൾ ശ്രമിക്കണം, അത് വേറെ. അപ്പോ പറഞ്ഞു വരുന്നത്, വാഹനം സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ വാഹനം നിർത്തരുത് എന്ന് പറഞ്ഞിട്ട് നിർത്താൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മളിപ്പോ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ എന്ന് കണ്ട് നമ്മളെ വേറെ വണ്ടി നിർത്തുമ്പോ കാണാം ചിലപ്പോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ടയറൊക്കെ പഞ്ചറായിട്ടുണ്ടാവും, അതൊക്കെ ശ്രദ്ധിക്കണം. പക്ഷെ ഓട്ടോറിക്ഷക്കാർ അങ്ങനെ ചെയ്യില്ലട്ടോ. ഇനി അങ്ങനെ ഓട്ടോറിക്ഷക്കാരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ്. എല്ലാ ഡ്രൈവർമാരും നല്ല കാരുണ്യമുള്ളവരാണ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ. എല്ലാ വാഹനത്തിലും അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. എല്ലാ വാഹനത്തിനും അള്ളാഹു നല്ല റഹ്മത്ത് കൊടുക്കട്ടെ. വാഹനത്തെ കേടുപാടിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഓട്ടോറിക്ഷക്കാര് നമ്മള് മറ്റുള്ള ആളുകളെ ട്രിപ്പ് കൊണ്ടുപോകുമ്പോ അവരുടെ കാശുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളത് വാങ്ങും, അല്ലെ? ചില ആളുകൾ എന്ത് ചെയ്യും? കാശ് ഇല്ലാത്ത പാവങ്ങളെ, അവര് ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ കാരുണ്യമുള്ളവരാണ് പ്രിയപ്പെട്ടവരെ. ചിലപ്പോ പാവങ്ങളെക്കാരം വണ്ടിയിൽ കയറിയിട്ടുണ്ടാവുക, എങ്കിലും അത് സാരല്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ഒരു ട്രിപ്പും കഴിഞ്ഞ് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന വഴിയിൽ നമ്മുടെ അയൽപ്പക്കക്കാരെങ്ങനെ നടന്നുപോയി. അപ്പൊ നടന്നു പോയപ്പോ അൽഹംദുലില്ലാഹ് ഇക്ക പോരണോ എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷയില് ഒരു ട്രിപ്പ് കൊടുത്ത്, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് നടന്നു പോകുന്നവരെ വാഹനത്തിൽ കയറ്റിയിരുത്തി. അതൊക്കെ ഒരു സന്തോഷാണ്, അതൊക്കെ ഒരു കാരുണ്യമാണ്. ഇങ്ങനെയാണ് നമ്മുടെ വാഹനത്തിനൊക്കെ ബർക്കത്തുണ്ടാവുക എന്നുള്ളത്. അള്ളാഹു തരുന്നത് ഒരു ദിവസം 100 രൂപയാണ് ഒരു ട്രിപ്പിന്. അതല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് തരുന്നതിൽ ആ 100-ൽ ഒരു ബർക്കത്ത് വേണം, അതിലൊരു ബർക്കത്ത് വേണം. ഒരിക്കലും നമ്മൾ വാഹനത്തിന്റെ ടാക്സി ഡ്രൈവർമാരായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും കച്ചവടം നടത്തുകയാണെങ്കിലും എന്ത് ബിസിനസ് നടത്തുകയാണെങ്കിൽ കൊള്ള ലാഭം നമ്മൾ എടുക്കരുത്. കൊള്ള ലാഭം ഒരിക്കലും എടുക്കരുത്. വാഹന കച്ചവടം നടത്തുന്നവരൊക്കെ പ്രത്യേകം നല്ല ഇഖ്ലാസോടെ ഒരു വാഹനം നമ്മൾ കച്ചവടം നടത്തുകയാണെങ്കിൽ അതിന്റെ നന്മയും പറയണം, തിന്മയും പറയണം. ആ വാഹനത്തിന്റെ കിലോമീറ്റർ ഇങ്ങോട്ട് പുറത്തേക്ക് തിരിച്ചുകാണ്ട് പുതിയ കിലോമീറ്റർ കൊടുക്കരുത്. അതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതിലൊന്നും അള്ളാഹു ബർക്കത്ത് തരൂല. അതൊക്കെ പക്കാ ക്ലിയർ ആവണം. വാഹനം തട്ടുമുട്ടുണ്ടോ കാര്യങ്ങൾ പറയണം. വാഹനം കിലോമീറ്റർ മറിച്ചതാണോ അതെല്ലാം മറിക്കാത്തതാണോ അതൊക്കെ സത്യസന്ധമായി പറഞ്ഞിട്ട് വേണം കച്ചവടം നടത്താൻ. ഏത് കച്ചവടമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആപ്പിൾ ഫ്രൂട്ട്സ് നമ്മൾ കച്ചവടം നടത്തുമ്പോ, അതല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ കച്ചവടം നടത്തുമ്പോൾ സത്യസന്ധമായി കച്ചവടം നടത്തണം. സത്യസന്ധമായി കച്ചവടം നടത്തുന്നതാണ്, അവിടെയാണ് ബർക്കത്ത്. അതുകൊണ്ടാണല്ലോ അത്താജിറുൽ അമീൻ ഫിൽ ജന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധമായി കച്ചവടം നടത്തുന്ന കച്ചവടക്കാരൻ സ്വർഗ്ഗത്തിലാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യസന്ധമായി കച്ചവടം നടത്തുന്ന കച്ചവടക്കാരൻ സ്വർഗ്ഗത്തിലാണ്. പലചരക്ക് കച്ചവടം നടത്തുന്നവരെ, പച്ചക്കറി കച്ചവടം നടത്തുന്നവരെ, തെരുവിൽ കച്ചവടം നടത്തുന്നവരെ, റോഡ് സൈഡുകളിൽ കച്ചവടം നടത്തുന്നവരെ, നിങ്ങളൊക്കെ കാണിക്കുന്നത് ജനങ്ങളോടുള്ള കാരുണ്യമാണ്. കാരണം എന്താ? ഇപ്പൊ ഒരു കരിമ്പ് ജ്യൂസിന്റെ കച്ചവടം നടത്താണ്. ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരും, സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താണ്. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ നമ്മുടെ റോഡ് സൈഡിലൊക്കെ കരിമ്പ് ജ്യൂസ് അല്ലെങ്കിൽ വത്തക്ക വെള്ളം അതല്ലെങ്കിൽ വെള്ളങ്ങൾ സുലഭമായിട്ട് നമുക്കത് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മളവിടെ വാഹനം പാർക്ക് ചെയ്ത് നമ്മളെ
അവിടെ നിന്ന് ആ തണൽ അനുഭവിച്ച് വെള്ളം കുടിക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്തൊരു സമാധാനം നമുക്ക്, എന്തൊരു ആശ്വാസം നമുക്ക്. അപ്പോ ചില്ലറ നമ്മൾ കൊടുത്താലും ആ വെള്ളം കുടിക്കുമ്പോ ആ വെള്ളക്കച്ചവടം നടത്തുന്ന ആൾക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലം എത്രയാണ്. ഒരു നാട്ടിൽ ഒരു പലചരക്ക് കച്ചവടം നടത്തുമ്പോൾ ആ നാട്ടുകാര് മുഴുവനും ആശ്രയിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കടയാണ്. അപ്പൊ എല്ലാ വീടുകളിലേക്കും ചെല്ലുന്നത് ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നുള്ള അരികളും സാധനങ്ങളുമാണ്. അപ്പൊ ഇദ്ദേഹത്തിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പച്ചക്കറി കച്ചവടം നടത്തുന്നവര് പരിസരത്തുള്ള ആളുകളൊക്കെ ആ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങി കൊണ്ടുപോകുമ്പോ എത്ര പ്രതിഫലം ആ പച്ചക്കറി കടക്കാരൻ അള്ളാഹു നൽകുന്നുണ്ട് അല്ലേ? കാരണം ഈ പരിസരത്തുള്ള വീട്ടുകാരൊക്കെ ഭക്ഷണം കഴിക്കുന്നത്, കറി വെക്കുന്നത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ പച്ചക്കറി കൊണ്ടാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ എത്രമാത്രം പ്രതിഫലം അള്ളാഹു കച്ചവടക്കാരെ നമുക്ക് അള്ളാഹു തരുന്നുണ്ടെന്ന് നമ്മൾ മറക്കരുത്. അള്ളാഹു നമുക്ക് നല്ല ബറക്കത്ത് തരട്ടെ. കച്ചവടം നടത്തുന്നതും തെരുവിൽ കച്ചവടം നടത്തുന്നതും എല്ലാം വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. പക്ഷേ ഒരാളെയും കൊള്ള ലാഭം കൊണ്ട് ഒരാളെയും വഞ്ചിക്കരുത്, ഒരാളെയും അങ്ങനെ വഞ്ചന നടത്തരുത്. നടത്തില്ല എന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പൂഴ്ത്തിവെക്കലോ കൊള്ള ലാഭമോ ഒന്നുമില്ലാതെ നല്ല റാഹത്തിൽ കച്ചവടം നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വിഷയത്തിലേക്ക് തന്നെ വരാം. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വാഹനം പാർക്ക് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കയറി. അവിടെ ഇരുന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് അല്ലാഹുവേ അമ്പിയാക്കന്മാരും മലക്കുകളും പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വാഗതം മോദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇസ്രാ മിറാജിന്റെ പ്രഭാഷണം കേൾക്കുന്ന അറിവിന്ദിലാമിന്റെ ജനസാഗരങ്ങളെ, പവിത്രമായ റജബ് മാസത്തിന്റെ കഥ പറയുമ്പോ, റജബ് മാസത്തിന്റെ മഹത്വം പറയുമ്പോ, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠത പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പുറത്തു വരികയാണ്. പുറത്തേക്ക് വരുന്ന സമയത്താണ് 3 മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് വരികയാണ്. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്നിട്ട് ഒരു 3 സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. ഒന്നാമത്തെ മലക്ക് വന്നിട്ട് മുത്തുനബിയോട് പറയുന്നു, തങ്ങളെ ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാണ് തങ്ങളെ ഞാൻ വന്നത് നബിയേ. ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാണ് നബിയേ, ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാണ് നബിയേ, ഒരു സമ്മാനം തരാൻ വേണ്ടിയാണ് തങ്ങളെ. തങ്ങൾ മിറാജിന്റെ യാത്രയിലല്ലേ, തങ്ങൾ അത്ഭുതമായ യാത്രയിലല്ലേ. ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു നൽകാത്ത ഏറ്റവും വലിയ ബഹുമാനത്തിന്റെ, ഏറ്റവും വലിയ മഹത്വത്തിന്റെ, പ്രൗഢിയുടെ യാത്രയല്ലേ നബിയേ. ആ യാത്രക്കിടയിൽ തങ്ങൾക്ക് സ്വീകരണം തരാ, ആ യാത്രക്കിടയിൽ തങ്ങൾക്ക് ഗിഫ്റ്റുകൾ തരാ, ആ യാത്രക്കിടയിൽ തങ്ങൾക്ക് സമ്മാനങ്ങൾ തരാ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ 3 മലക്കുകൾ 3 സമ്മാനങ്ങളുമായി കടന്നു വരികയാണ്. 3 സമ്മാനങ്ങളുമായി കടന്നു വരികയാണ്. അല്ലാഹുവേ, ഗിഫ്റ്റ് കൊടുക്കാറില്ലേ നമ്മള്? നമ്മുടെ സ്നേഹിതന്മാർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറില്ലേ? നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറില്ലേ? കല്യാണം കഴിക്കുന്ന കൂട്ടുകാരനായ പുതുമാരന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറില്ലേ? തങ്ങളെ, നിങ്ങളെ കൂട്ടുകാരികൾക്ക് നിങ്ങൾ ഗിഫ്റ്റ്
ഗിഫ്റ്റ് കൊടുക്കാറില്ലേ? നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങള്, നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റുകളെല്ലാം ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഗിഫ്റ്റുകളായി മാറരുത്. ഒരിക്കലും അവരെ വഞ്ചിക്കുന്ന രൂപത്തിലുള്ള ഗിഫ്റ്റുകളായി മാറാ പാടില്ല. കല്യാണ ചെറുക്കന് വേണ്ടി സമ്മാനമൊരുക്കുന്ന ചെറുപ്പക്കാരാ, അവന്റെ മണിയറക്കകത്തവന് പണി കൊടുക്കുന്ന രൂപത്തിലുള്ള ഗിഫ്റ്റ് ആവാൻ പാടില്ല. പെങ്ങളെ, നിന്റെ കൂട്ടുകാരിയാണ്, നിന്റെ ക്ലാസ്മേറ്റ് ആണ്, നിന്റെ ഫ്രണ്ടാണ്, നിന്റെ കുടുംബക്കാരിയാ എന്ന് പറഞ്ഞിട്ട് അവളെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോ മോളെ, അവളുടെ ആദ്യ രാത്രിയുള്ളവരെ ജീവിതത്തിൽ അവർക്ക് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാൽ അങ്ങനെ പറയാ കാരണം എന്തെന്നറിയോ? ചില ആളുകളുണ്ട് കല്യാണത്തിന്റെ ദിവസം നല്ല ഗിഫ്റ്റ് എടുത്തിട്ട് പണിയെടുക്കും. എങ്ങനെ ഇപ്പൊ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കലൊക്കെ നമ്മുടെ നാട്ടില് അല്ലേ? കല്യാണത്തിന് അന്ന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഫ്രെയിം ഒക്കെ കൊടുക്കും. ചില ആളുകള് നല്ല നല്ല പുറത്തൊക്കെ കണ്ട അതൊക്കെ കണ്ടാണ്ടല്ലോ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ റബ്ബേ, ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വലിയ പെട്ടിയായിട്ട് ഇങ്ങനെ താങ്ങി പിടിച്ചിങ്ങനെ വരും, വലിയ പെട്ടിയായിട്ട് പിന്നെ ഗിഫ്റ്റ് മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഈ ഗിഫ്റ്റ് കാണുമ്പോ നല്ല സൂപ്പർ സാധന എന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങിക്കും. അങ്ങനെ കല്യാണത്തിന്റെ അന്നല്ലേ, ഫുൾ തിരക്കല്ലേ, അന്നിപ്പോ എങ്ങനെ ഇപ്പൊ ഗിഫ്റ്റ് ഒക്കെ പോലെ മുമ്പ് എങ്ങനെ പൊളിച്ചു നോക്കല്ലേ? ചില ആളുകൾ അങ്ങനെയുണ്ട്. ചില ആളുകൾ പുതുമാരനെ കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ പൊളിക്കാനായിട്ട് ചില കൂട്ടുണ്ടാകും. എനിക്കിപ്പോ അതൊക്കെ ബുദ്ധിമുട്ടാ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അതിനായിട്ട് ചില ആളുകൾ. അപ്പോ നമ്മളെന്ത് ചെയ്യും? തിരക്കിന്റെ അടിയിൽ ആ ഗിഫ്റ്റ് എടുത്തിട്ടൊക്കെ നല്ല അലമാറിലോ അവിടെയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കും. അപ്പൊ ആ ഗിഫ്റ്റ് പൊക്കാനായിട്ട് വേറെ ടീമുണ്ട്. ഗിഫ്റ്റും കല്യാണ വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് വെക്കാനായിട്ടും അതേപോലെ അത്തർ വെക്കാനായിട്ടൊക്കെ കുറച്ച് കള്ളന്മാരുണ്ട്, കുറച്ച് ടീമുണ്ട്. അതൊക്കെ തമാശ കൊണ്ടുപോയിട്ട് അതൊക്കെ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക. എന്നാ ഓൻ പൊരുത്തപ്പെട്ട് ഇതൊക്കെ കൊണ്ടുപോകാൻ നിൽക്കണ്ട. അതൊക്കെ ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തിരക്കല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ അതൊക്കെ മാറ്റി വെക്കും. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ തിരക്കൊക്കെ കഴിയട്ടെ, എന്നിട്ട് നാളെ എടുക്കാം, നാളെ ഗിഫ്റ്റ് പൊളിക്കാന്നൊക്കെ കരുതിയിട്ട് നമ്മളത് അലമാറന്റെ മേലെ കൊണ്ടുവെക്കും. എന്നിട്ട് രാത്രി 2-3 മണിക്ക് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണത്തിലേക്കാരം പുതിയാപ്പള അല്ലേ? കാരണം എന്താ? അവിടെ ഓടലും ഇവിടെ മണ്ടലും അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ചാടി കളിക്കല്ലേ നമ്മള്. അപ്പോ കല്യാണം കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് അന്ന് നല്ല ക്ഷീണം ഉണ്ടാവും. നമ്മളിങ്ങനെ കിടന്നുറങ്ങാണ്. 2, 3, 4 മണിയായിട്ടുണ്ടാവും. 3 മണിയായിട്ട് അപ്പൊ ഇങ്ങനെ ബെല്ലടിക്കണേ. അപ്പൊ എന്താ? കൂട്ടുകാരൻ തന്ന ഗിഫ്റ്റ് ഉണ്ട് അലമറിന്റെ മുകളിൽ ഇങ്ങനെ ബെല്ലടിക്കണം. 3 മണിക്ക് അലാറം വെച്ചിട്ട് പണി കൊടുത്തതാണ് ഈ ഹൈവാനെ. കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുത്തത് അലാറം അടിക്കുന്ന ക്ലോക്ക്. ഇത് കണ്ടപ്പോഴല്ല നല്ല സൂപ്പർ സാധന, നല്ല ഫ്രെയിം ഒക്കെ ചെയ്തിട്ട്, നല്ല കടലൊക്കെ പൂശിയിട്ട്, നല്ല പേപ്പർ വർക്കൊക്കെ ചെയ്തിട്ട്, നല്ല മിനുങ്ങണ തിളങ്ങണ പേപ്പർ കൊണ്ടൊക്കെ ഇങ്ങനെ മിനിച്ച് ഒക്കെ അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ എന്താ? ആകെ 25 റുപ്യന്റെ ആ ടൈം പീസ്. 25 റുപ്യ ആ ചെറിയ സാധനം ഉണ്ടല്ലോ, ആ ടൈം പീസ് 25 റുപ്യ. കിക്കണി അങ്ങനെ ബെല്ലടിക്കണ സാധനം. അപ്പൊ അയിമ 3 മണിക്ക് അലാറം സെറ്റ് ചെയ്തേക്ക്. എന്നിട്ട് പുതുമാരന് കൊടുക്കാം. ഈ സാധു 3 മണിക്ക് തിരഞ്ഞ് റബ്ബെ ക്ഷീണം കൊണ്ട് ഇങ്ങനെ ഉറങ്ങാണ്. അതിന്റെ അടിയിൽ എവിടുന്നാ റബ്ബെ ഈ സൗണ്ട് കേൾക്കണ? പടച്ച തമ്പുരാനെ, കല്യാണം കഴിഞ്ഞ് ക്ഷീണമായിട്ട് ഇവനെ ഉറങ്ങാനും വയ്യത് വല്ലാത്തൊരു സൗണ്ടായി. അങ്ങനത്തെ ഗിഫ്റ്റായി മാറരുത് പ്രിയപ്പെട്ടവരെ. അങ്ങനത്തെ ഗിഫ്റ്റ് ഇതൊക്കെ നമ്മൾ തമാശക്ക് കൊടുക്കാണ്. പക്ഷെ ആ സമയത്തൊക്കെ നല്ല പിരാക്കം കിട്ടും. ആ സമയത്തെങ്ങാനും ഗിഫ്റ്റ് കൊടുത്തോനെങ്ങാനും അവന്റെ മുന്നിലെത്തിയാണ്ടല്ലോ അല്ലാ, പിന്നെ പറയും വേണ്ടിയില്ല. അപ്പൊ അങ്ങനത്തെ ഗിഫ്റ്റായി മാറരുത്. ഗിഫ്റ്റ് കൊടുക്കുമ്പോ നല്ല ഗിഫ്റ്റ് കൊടുക്കണം, നല്ല സൂപ്പർ ഗിഫ്റ്റ്. അതങ്ങനെയാണ്, നല്ല സൂപ്പർ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ് കൊടുക്കണം. ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ്, അല്ലാതെ പണി കൊടുക്കാനായിട്ട് എന്തരുത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കരുത്. അതൊക്കെ ഒരു രസമാണ്. പക്ഷെ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, അവരെ മനസ്സ് വേദനിക്കരുത്. ഇപ്പോ ഒരു ഗിഫ്റ്റ് വാങ്ങുമ്പോൾ മനസ്സിൽ ഒരു സന്തോഷത്രയായി കരങ്ങൾക്ക്. അൽഹംദുലില്ലാ, കല്യാണത്തിന് അന്നൊരു പേനെങ്കിൽ ഒരു പേന, അൽഹംദുലില്ലാ, അതൊരു സന്തോഷം. ഇവൻ എന്നെ പരിഗണിച്ചല്ലോ, അത് മതി. ഇനി അതിൽ വലിയ സ്വർണ്ണക്കട്ടയൊന്നും വേണ്ട.
പക്ഷെ ഇവൻ എന്നെ പരിഗണിച്ചല്ലോ, അൽഹംദുലില്ലാഹ്, അത് മതി. അത് തന്നെ വല്ലാത്തൊരു സന്തോഷാണ്. അപ്പൊ പണി കൊടുക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്ത് ഒരാൾക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കരുത്. അത് ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു എന്ന് മാത്രം വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് 3 മലക്കുകൾ. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ 3 മലക്കുകൾ വന്നുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ്, നബിയെ 3 സമ്മാനങ്ങളുണ്ട് നബിയെ, 3 സമ്മാനങ്ങളുണ്ട് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലേക്ക് ആദ്യം വന്ന് മലക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്തെന്നറിയോ? അല്ലാഹുവേ, ഒരു ഗ്ലാസിൽ സുന്ദരമായ പാല് കൊടുക്കുകയാണ്. ഒരു ഗ്ലാസിൽ സുന്ദരമായ പാല് കൊടുക്കുകയാണ്. അല്ലാഹ് അല്ലാഹ്, ആദ്യമായിട്ട് യാത്ര വരികയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ആരംഭ റസൂലുള്ളാഹിന്റെ യാത്രയിൽ മുത്തുനബിയെ സ്വീകരിച്ചുകൊണ്ട് മഹാന്മാരായ മലക്കുകളെ മുത്ത് റസൂലുള്ളാഹിക്ക് ആദ്യമായി കൊടുത്ത സമ്മാനം എന്താണ്? അത് മനോഹരമായ പാലാ, അത് സുന്ദരമായ പാലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽഹംദുലില്ലാഹ് ആ പാല് വാങ്ങുകയാണ്. മലക്കുകൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് അല്ലേ, മലക്കുകൾ കൊണ്ടുവന്ന സമ്മാനമല്ലേ. ആ പാല് വാങ്ങിയിട്ട് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിക്കുകയാണ്. കഥ പറയുകയാണ്. മിഅ്റാജ് നമ്മോട് കഥ പറഞ്ഞു തരികയാണ്. പരിശുദ്ധ റജബിൽ നടന്ന ഇസ്രാ മിഅ്റാജ് നമ്മോട് കഥ പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് പാല് സമ്മാനമായി കൊണ്ടുവന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പാല് വാങ്ങിയിട്ട് അല്പം അതിൽ നിന്ന് കുടിക്കുകയാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, എന്തോരം നല്ല സന്തോഷമാണല്ലോ, എന്തോരം നല്ല സന്തോഷമാണല്ലോ, എന്തോരം നല്ല സന്തോഷമാണല്ലോ. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ഒരു മലക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്നപ്പോ രണ്ടാമത്തെ മലക്ക് ഒരു ഗ്ലാസിൽ കല്ല് കൊണ്ടുവരികയാണ്. മൂന്നാമത്തെ മലക്ക് ഒരു ഗ്ലാസിൽ വെള്ളം കൊണ്ടുവരികയാണ്. കല്ലും വെള്ളവും പാലും പ്രവാചകൻ മുമ്പിൽ കൊണ്ടുവന്നപ്പോ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് തെരഞ്ഞെടുത്തത് മനോഹരമായ പാലിനെയാണ്. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, പാല് കൊണ്ടുവന്നിട്ടുണ്ട്, കല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 3 പാനീയങ്ങളും പ്രവാചകന്റെ മുമ്പിലേക്ക് സുന്ദരമായ പാനീയങ്ങൾ പാത്രത്തിൽ നിറച്ച് മലക്കുകളെ കൊണ്ടുവന്നപ്പോ അല്ലാഹുവേ, മലക്കുകളെ കയ്യിൽ നിന്ന് മുത്തുനബി വാങ്ങിയത് അത് സുന്ദരമായ പാലാണെന്ന് മറക്കല്ലേ ചെറുപ്പക്കാരാ. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ശരിയാണ് നബിയേ, നിങ്ങൾ തെരഞ്ഞെടുത്തത് ശരിയാണ് നബിയേ, നിങ്ങൾ തെരഞ്ഞെടുത്തത് ശരിയാണ് നബിയേ, നിങ്ങൾ തെരഞ്ഞെടുത്തത് ശരിയാണ് നബിയേ. ആ പാല് തെരഞ്ഞെടുത്തത് കൊണ്ട് തങ്ങളെ അത് തങ്ങളെ ഉമ്മത്തിന് തങ്ങൾ പാഠമാണ് തങ്ങളെ. പാലിന് പകരം കല്ല് തെരഞ്ഞെടുത്തില്ലല്ലോ, അത് ഹറാമാണെന്ന് തങ്ങൾ ഈ മാർഗത്തിലൂടെ പഠിപ്പിക്കുന്നു തങ്ങളെ. യാ റസൂലല്ലാഹ്, തങ്ങളെ തെരഞ്ഞെടുത്തത് ശരിയാണ് തങ്ങളെ, തങ്ങൾ തെരഞ്ഞെടുത്തത് ശരിയാണ് റസൂലേ. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞെടുത്തത് സുന്ദരമായ പാലാണ് ചെറുപ്പക്കാരാ. പ്രവാചകന്റെ മുമ്പിൽ
മലക്കുകൾ കല്ല് കൊണ്ട് കൊടുത്തുവല്ലോ. മുത്തുനബി അത് മാറ്റി വച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് മാറ്റി വച്ചില്ലേ? എന്തിനാണ് മോനെ അന്ന് മുത്തുനബി ആ കല്ല് മാറ്റി വെച്ചത്? എന്തിനാണെന്നറിയോ? എന്റെ ചെറുപ്പക്കാരാ, നീ മാറ്റി വെക്കാനാണ് ആ കൂട്ടുകാരാ, നീ കല്ലിന്റെ കുപ്പി മാറ്റി വെക്കണം മോനെ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ന് കല്ലിന്റെ കുപ്പി മാറ്റി വെച്ചത് മോനെ. ഇത് നിനക്ക് പാഠമല്ലടാ, ഇതിനൊക്കെ പാഠമല്ലേ ചെറുപ്പക്കാരാ, ഇതിനൊക്കെ പാഠമല്ലേ ചെറുപ്പക്കാരാ. അറിവിന്നിലാവ് കേൾക്കുന്ന ജനസാഗരങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രഭാഷണം മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായ സഹോദര സഹോദരിമാർ ഒരുമിച്ച് നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. അല്ലാഹുവേ, വിനയത്തോടെ പറയുകയാ, ജീവിതം നശിപ്പിക്കുന്ന ഒരു പാനീയമാണ് കള്ള് എന്നുള്ളത്, ആരോഗ്യം നശിപ്പിക്കുന്ന പാനീയമാണ് മദ്യമെന്നുള്ളത്. മദ്യം ഒഴിവാക്കണം ഉമ്മത്തെ, മദ്യം ഒഴിവാക്കണം ഉമ്മത്തെ, മദ്യം ഒഴിവാക്കണം ഉമ്മത്തെ. മാറാനുള്ള മനസ്സ് വേണം ചെറുപ്പക്കാരാ, മാറാനുള്ള മനസ്സ് വേണം കൂട്ടുകാരാ. നീ കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്ന കാശ് കൊണ്ട് വൈകുന്നേരമാകുമ്പോ 5-10 മിനിറ്റ് കള്ള് ഷാപ്പിൽ പോയിരുന്ന് മദ്യം കഴിച്ചു വരുമ്പോ അതിലൂടെ നിനക്ക് നഷ്ടപ്പെടുന്നത് നിന്റെ ആരോഗ്യമാണെന്ന് നീ മറക്കണ്ട മോനെ, നിന്റെ ആരോഗ്യമാണെന്ന് നീ മറക്കണ്ട മോനെ. നീ കഴിക്കുന്നത് 1 ഗ്ലാസ് മദ്യമാണെങ്കിൽ, 1 ഗ്ലാസ് മദ്യമാണെങ്കിൽ എന്റെ കൂട്ടുകാരാ, നിന്റെ ആയുസ്സാണ് അതിലൂടെ ചുരുങ്ങുന്നതെന്ന് നീ മറക്കല്ലേ. നിന്റെ കിഡ്നിയാണ് അതിലൂടെ തകരാറാകുന്നതെന്ന് മറന്നു പോകല്ലേ. നീ മദ്യപിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ സങ്കടപ്പെടുന്ന ഉമ്മാനെ മറക്കല്ല ചെറുപ്പക്കാരാ. കണ്ണുനീര് തുടക്കുന്ന പാപ്പച്ചിയെ നീ മറക്കല്ല മോനെ. എത്രമാത്രം സ്വപ്നമുണ്ടായിരുന്നടാ മോനെ, നിന്റെ ഉമ്മാക്ക് എത്ര സ്വപ്നമുണ്ടായിരുന്നു മോനെ. നിന്നെ വളർത്തി വലുതാക്കുമ്പോ ഉമ്മയുടെ സ്വപ്നം എന്തായിരുന്നു? എന്റെ പൊന്നുമോനെ എന്നെ നോക്കുമായിരുന്നുവല്ലോ. എന്റെ പൊന്നുമോനെ ഉദരത്തിനകത്ത് ഞാൻ കൊണ്ട് നടക്കുമ്പോ ഒരുപാട് ഛർദിച്ചതാണ്, ഒരുപാട് രോഗങ്ങൾ അനുഭവിച്ചവരാണ്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചതാണ്. ഈ പ്രയാസങ്ങളെല്ലാം ഉമ്മ നിനക്ക് വേണ്ടി സഹിച്ചില്ലടാ ചെറുപ്പക്കാരാ. ഈ സങ്കടങ്ങളെല്ലാം പാപ്പ നിനക്ക് വേണ്ടി സഹിച്ചില്ലടാ കൂട്ടുകാരാ. എന്തിനു വേണ്ടിയാ സഹിച്ചതെന്നറിയോ? എത്ര കഷ്ടപ്പെട്ടാൽ എന്താ റബ്ബേ, എന്റെ പൊന്നുമോ വലുതായാൽ, എന്റെ പൊന്നുമോ വളർന്ന് വലുതായി കഴിഞ്ഞാ എന്നെ നോക്കുന്നൊരു പൊന്നുമോനായി മാറുമല്ലോ, എന്നെ നോക്കുന്നൊരു പൊന്നുമോനായി മാറുമല്ലോ. ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നൊരു പൊന്നുമോനായി മാറുമല്ലോ. ആ സ്വപ്നങ്ങളാണ് 1 ഗ്ലാസ് മദ്യത്തിലൂടെ നീ തകർത്തെറിഞ്ഞതെന്ന് നീ മറന്നു പോവല്ലേ. നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് നിന്റെ പെണ്ണിലെ ചെറുപ്പക്കാരാ, ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു ആ പെണ്ണിന് നിന്നുണ്ടായിരുന്നത്. നിന്റെ ഭാര്യയായി മണവാട്ടിയായി നിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ നീ മദ്യപാനിയാണെന്നവൾ അറിഞ്ഞില്ലായിരുന്ന കൂട്ടുകാരാ. ഒരുപാട് ആഗ്രഹങ്ങളാ പൊന്നുമോളെ മനസ്സിലുണ്ട്. എല്ലാം നീ നശിപ്പിച്ചില്ലേ, എല്ലാം നശിപ്പിച്ചില്ലേ, എല്ലാം നശിപ്പിച്ചില്ലേ. നശിപ്പിക്കാൻ കാരണം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായ മദ്യമാ. നശിപ്പിക്കാൻ കാരണം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായ മദ്യമാണ്. ആ മദ്യം എന്നാണോ നീ വലിച്ചെറിയുന്നത്? ആ മദ്യം നീ എന്നാണോ ഒഴിവാക്കുന്നത്? ആ മദ്യം നീ എന്നാണോ ഉപേക്ഷിക്കുന്നത്? നിന്റെ ബുദ്ധിയെ, നിന്റെ വികാരത്തെ, നിന്റെ വിവേകത്തെ, നിന്റെ തടിയെ നഷ്ടപ്പെടുത്തുന്ന കഞ്ചാവ് എന്നാണോ നീ തോട്ടിലേക്ക് വലിച്ചെറിയുന്നത്? അന്നേ നിനക്ക് ഹിദായത്തിന്റെ പൊൻവെളിച്ചം അല്ലാഹു നിന്റെ ഖൽബിലേക്ക്
കൽബിലേക്ക് ഇട്ടുകയറുന്നല്ലോ. കഞ്ചാവ് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ കുറ്റപ്പെടുത്തുകയല്ല മോനെ, മടങ്ങി വരണം മോനെ. മായാലോകത്തിനും യഥാർത്ഥ ലോകത്തേക്ക് മടങ്ങി വരണം മോനെ. ഒരു ലഹരിയില്ലാത്ത ലോകം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടത്തെ കള്ള് എന്തിനാ, ഇവിടത്തെ കഞ്ചാവ് എന്തിനാ? സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് നല്ല പാനീയങ്ങൾ തരില്ലേ? എത്ര നല്ല ഫ്രൂട്ട്സുകൾ അല്ലാഹു നമുക്ക് ഈ ദുനിയാവിൽ തന്നില്ലേ? എത്ര ഫ്രൂട്ട്സിലൂടെ ജ്യൂസുകൾ അടിച്ച് നമ്മൾ കുടിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവേ, തെങ്ങിൻ മുകളിൽ കായ്ക്കുന്ന ഇളനീര് എത്ര നല്ല മധുര മനോഹരമാണ്. ഇതെല്ലാം അല്ലാഹു നമുക്ക് ഹലാലാക്കി തന്നതാണ്. ഹറാമ് കഴിക്കല്ലേ എന്ന് പറയുമ്പോ അത് മാത്രം ഉപയോഗിക്കുന്നു എന്റെ പ്രിയപ്പെട്ട യുവത്വമേ. മടങ്ങി വാ യുവത്വമേ, മടങ്ങി വാ ചെറുപ്പക്കാരാ, മടങ്ങി വാ പൊന്നുമോനെ, മടങ്ങി വാ പൊന്നുമോനെ, മടങ്ങി വാ പാപ്പമാരെ, മടങ്ങി വാ അച്ഛന്മാരെ. കള്ള് ഉപേക്ഷിക്കുക, ലഹരി ഉപേക്ഷിക്കുക, കഞ്ചാവ് ഉപേക്ഷിക്കുക, സിഗരറ്റുകൾ ഉപേക്ഷിക്കുക, ഹാൻസ് ഉപേക്ഷിക്കുക, പാൻപരാഗ് ഉപേക്ഷിക്കുക. ലഹരി ഉണ്ടാക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കുടുംബത്തിന്റെ സന്തുഷ്ട കുടുംബത്തിന്റെ നായക സ്ഥാനത്തേക്ക് മടങ്ങി വാ ബാപ്പ. കള്ളു കുടിക്കുന്ന ഒരാൾക്ക് കുടുംബത്തെ നിയന്ത്രിക്കാൻ കഴിയൂല. കള്ളു കുടിക്കുന്ന ഒരാൾക്ക് ഭാര്യ നിയന്ത്രിക്കാൻ കഴിയൂല. നീ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളെ പ്രായം ചെന്ന് തളർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ പോറ്റി വളർത്തി വലുതാക്കിയ മക്കൾ മദ്യപിച്ച നിങ്ങളെ അവസ്ഥ എന്താണ്? നിങ്ങൾ അങ്ങനെ ആലോചിക്കും. നിങ്ങളെ പോറ്റി വളർത്തിയ നിങ്ങളെ മക്കളെ അവര് കള്ളു കുടിച്ചുകൊണ്ട് മദ്യപിച്ചുകൊണ്ട് കഞ്ചാവ് വലിച്ചുകൊണ്ട് വീട്ടിൽ കയറി വരുമ്പോ എന്തോ ഒരു വല്ലാത്ത അവസ്ഥയാണ് നിങ്ങളെ മനസ്സിലുണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ. അതിലേറെ വലിയ അവസ്ഥയാണ് നിങ്ങളെ ഉമ്മ അനുഭവിക്കുന്നത്. അതുകൊണ്ട് മുത്തുനബി ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, വേണ്ട ഇത് വേണ്ട, ഇത് വേണ്ട. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കള്ളു ഉപേക്ഷിക്കുകയാണ്. മടങ്ങണം നമ്മള്, എല്ലാ അച്ഛന്മാരും എല്ലാ ബാപ്പമാരും മടങ്ങണം. മദ്യം തീരങ്ങട്ട് ഒഴിവാക്കണം. അത് കഴിയുന്നില്ല ഉസ്താദേ. കഴിയും. എത്ര ആളുകളെ ചരിത്രം പറഞ്ഞു തരാനുണ്ട്. എത്ര ആളുകൾ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ചരിത്രം പറഞ്ഞു തരാനുണ്ട്. ഇവിടെ വരാനുണ്ട് അറിവിന്നിലാവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. ഉസ്താദേ, ഞാൻ മദ്യപാനം അവസാനിപ്പിക്കുകയാണ്. എനിക്കൊന്ന് നന്നാവണം ഉസ്താദേ, എനിക്കൊന്ന് നന്നാവണം ഉസ്താദേ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടുകാരെ മനസ്സ് നന്നാക്ക റബ്ബേ, ഞങ്ങളെ മക്കളെ മനസ്സ് നന്നാക്ക റബ്ബേ. തമ്മിൽ ഒരുമ നൽകണേ റഹ്മാൻ. മദ്യപങ്കാരം വയറ്റിന്റെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞ എന്റെ ചെറുപ്പക്കാരാ, പിന്നെ നിന്നെ നിയന്ത്രിക്കുന്നത് ഇബ്ലീസാണ് കൂട്ടുകാരാ. പിന്നെ നിന്റെ കണ്ണിൽ കാണുന്നതെല്ലാം നിനക്ക് വല്ലാത്തൊരു മാധുര്യമാണ്. പെണ്ണിനെയും പെങ്ങളെയും ഭാര്യയെയും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തില് നീ കഴിച്ച മദ്യം നിന്റെ തലച്ചോറി, നിന്റെ ശരീരത്തെ, നിന്റെ വികാരത്തെ ആ മദ്യം ഹറാമിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയാണ്. അതുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഹിദായത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ഒന്നാമത് മലക്കുകൾ കൊണ്ടുവന്നത് എന്താ? പാലാണ്. ഇപ്പൊ നോക്കിയ പാല് അത് ബറക്കത്തുള്ള ഒരു പാനീയമാണ് പാല് എന്നുള്ളത്. അപ്പൊ ആദ്യം ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോ നമ്മൾ പാല് കൊടുക്കും. ഇപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ വീടിന്റെ കുടിൽക്കരി നടക്കുമല്ലോ. കുടിൽക്കരി എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ എന്ത് പറഞ്ഞാലും ശരി, വീടിന്റെ ഉദ്ഘാടനം, വീടിന്റെ കുടിൽക്കരൊക്കെ നടക്കാൻ പറ്റിയ ദിവസമാണ് റജബ് മാസം. നല്ല പവിത്രമുള്ള മാസമാണല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അപ്പൊ കുടിൽക്കരി നടക്കുന്ന സമയത്ത്, ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ചില ആളുകൾ കുടിൽക്കരി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അറിയും. കാരണം എന്താ, ഓല നാട്ടിലെ ഇപ്പൊ വേറെ പേരെ കരം പറയാം.
നമ്മളെ കളിയാക്കാൻ വേണ്ടിട്ട്, നമ്മളെ ചെളിയാക്കാൻ വേണ്ടിട്ട്. നിങ്ങളെ നാട്ടിൽ എന്താണ് പറയാ, നിങ്ങൾ ഇൻഷാ അല്ലാഹ് അതന്നെ സംഭവം. വീടിന്റെ ഉദ്ഘാടനം, അന്ന് വീടിന്റെ ഉദ്ഘാടനത്തിന് അന്നുണ്ട്. ഇപ്പോ പല വീടുകളിലും കാണാൻ കഴിയും പാല് കാച്ചുക, അല്ലേ? പാല് കാച്ചല്. അതേ പ്രകാരം ആദ്യം വരുന്ന ആളുകൾക്ക് പാല് കൊടുക്കുക. അതൊക്കെ ഒരു സന്തോഷമാണ്. ഇപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി നമുക്ക് എന്ത് കിട്ടും? പാല് കിട്ടും. പല ആളുകൾ അതങ്ങനെയാണല്ലോ. പുതിയ പെണ്ണെന്ത് ചെയ്യും? പാല് കൊണ്ടുവരും, ഒരു ഗ്ലാസ് പാല്. ഇപ്പൊ അതൊന്നും കാണുന്നില്ല. കാണുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വേറെ ആളെ മണിയറി കയറിയിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ അത് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതുണ്ടോ? ഇതൊക്കെ കിട്ടിക്കണം അങ്ങനെ പാല്. ആദ്യ രാത്രിയില് ഭാര്യ പാല് കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊരു സുന്നത്താണ്. അത് സുന്നത്താണ്. മഹതിമാരെ ചരിത്രം പറയും ഇൻഷാ അല്ലാഹ്, അത് പറഞ്ഞുതരും. നിങ്ങൾക്ക് കിട്ടിയ അല്ലാഹു അഅലം. കമന്റ് നോക്കാൻ നിന്ന് ചിലപ്പോ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കമന്റിൽ വരും, നിങ്ങൾക്ക് കിട്ടിയണോ ഇല്ലെന്ന് പറയും. കല്യാണം കഴിയാത്തവര് വരില്ല കേട്ടോ. കല്യാണം കഴിയാത്തവര് കമന്റിൽ വരും. കല്യാണം കഴിഞ്ഞോല് വരും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് പാല് കിട്ടിയണോ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങള് ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അൽഹംദുലില്ലാ. അപ്പൊ ചില ആളുകൾക്ക് എന്ത് ചെയ്യും? പാല് കിട്ടും, ചില ആളുകൾക്ക് പാല് കിട്ടൂല. അതൊക്കെ നമ്മളെ ഭാഗ്യം പോലെയാണ്. അതൊക്കെ നമ്മളെ ഭാഗ്യം പോലെയാണ് മക്കളെ. അപ്പൊ പറഞ്ഞു വരുന്ന എന്തറിയോ? ഓക്കെ, കിട്ടിയിരുന്നു, ഇപ്പോൾ കിട്ടാറില്ല. ഇപ്പൊ പുതിയാപ്പിള, അത് നല്ല രസം. കിട്ടിയിരുന്നു, ഇപ്പൊ കിട്ടാറില്ല. അതല്ല വളവ. അതൊന്നും കിട്ടുമോ? അതൊന്നും കിട്ടാറില്ല. അത് എന്നും കിട്ടാണെങ്കിൽ അതിന്റെ വില പോയില്ലേ? ഇത് എപ്പോഴെങ്കിലും കിട്ടാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് ആദ്യത്തെ പുതിയാപ്പിളായിട്ട് ഇങ്ങനെ വരുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു ഗ്ലാസ് പാല്, അതിന്ന് പാല് കിട്ടിയേക്കന്നെ ഒന്നായിട്ട് ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കാതെ അത് കുറച്ച് കുടിച്ചിട്ട് അവർക്ക് കൊടുക്കുക. അതങ്ങനെയല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണം, ആയിഷ ബീവിന്റെ ചരിത്രമൊക്കെ വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞുതരാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണം നടക്കുന്ന സമയത്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അപ്പൊ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ മാഷാ അല്ലാഹ് പറഞ്ഞു വരുന്ന ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്, ചിലർക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും അല്ലാഹു എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് അതിന് തൗഫീഖ് നൽകട്ടെ. ഇനി സങ്കടപ്പെടുന്നു വേണ്ട, ഇനി പോലെ കുറ്റപ്പെടുന്നൊന്നും വേണ്ട. ഉസ്താദ് പറഞ്ഞ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് തല്ലൊന്നും വേണ്ട. അതേ ആദ്യത്തെ മര്യാദയാണ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാല് കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിൽ ചിലപ്പോ കയറി വരുമ്പോ നമ്മൾ വെള്ളം കൊടുക്കും, ചായ കൊടുക്കും, അല്ലെ? പാല് കൊടുക്കും. അതൊക്കെ ഒരു സുന്നത്താണ്. ഒരു അതിഥിയെ സ്വീകരിക്കുക. അപ്പൊ പാല് വല്ലാത്ത ബറക്കത്തുള്ളതാണ്. വീട്ടിൽ ആടുണ്ടെങ്കിൽ തന്നെ ബറക്കത്താണ്. വീട്ടിൽ ആടും പശു ഉണ്ടെങ്കിൽ തന്നെ വല്ലാത്തൊരു ബറക്കത്താണ്. കോഴി ഉണ്ടെങ്കിൽ അതും ബറക്കത്താണ്. ആടും പശു ഉണ്ടെങ്കിൽ അതും ബറക്കത്താണ്. എന്തൊരു ഇൻഷാ അല്ലാഹ് നമ്മളത് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് അല്ലേ? അടുക്കള തോട്ടത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ അറിയുന്നില്ലാമിന്റെ മജ്‌ലിസിൽ ചർച്ച ചെയ്തതാണ്. നിങ്ങൾക്ക് അതൊക്കെ സെർച്ച് ചെയ്ത് ആ പ്രഭാഷണമൊക്കെ കിട്ടും. അപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് പാല് എന്നുള്ളത് അത് ബറക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് പാല് മലക്കുകൾ കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ നിങ്ങൾ തെരഞ്ഞെടുത്തത് ശരിയാ. രണ്ടാമത്തെ മലക്ക് വന്നിട്ട് കള്ള് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മാറ്റിവെക്കാൻ കഴിയണം ഈ ഉമ്മത്തിന്. നമ്മൾ പറയില്ല ടെൻഷൻ വരുമ്പോഴാണ് എന്ത് ടെൻഷനാ അതൊക്കെ തീരുക. ടെൻഷൻ കൂടുതൽ ചെയ്യാം, കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങളെ ഹിദായത്തിന്റെ വഴിയിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് നന്നാവാൻ കഴിയും, കള്ള് ഉപേക്ഷിക്കാൻ കഴിയും. നമ്മൾ കരുതിയാ നമ്മളെ കൊണ്ട് കഴിയാത്ത എന്താ? നിങ്ങളൊന്ന് പറഞ്ഞാണ്. നമ്മൾ കരുതിയാ നമ്മളെ കൊണ്ട് കഴിയാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉസ്താദിനെ കിട്ടിയിരുന്നോ? എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അത് ആദ്യം പുതിയാപ്പിളായിട്ട് കയറി ചെല്ലുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് കിട്ടുന്ന ഒരു ബർക്കത്താണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് തന്നെ വരാം. കമന്റ് നോക്കാൻ നിന്നാൽ ചിലപ്പോഴേ നമ്മളെ വിഷയം പൂർത്തിയാവൂല. ഇടക്കൊക്കെ നോക്കാം, അതല്ല രസം.
അപ്പോ പറഞ്ഞു വരുന്നത് പാല് എന്നുള്ളത് വല്ലാത്ത ബറക്കത്താണ്. രണ്ടാമത്തെ മലക്ക് വന്നിട്ടോ എന്താ കൊടുത്തത്? രണ്ടാമത്തെ മലക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് കല്ല് കൊടുത്തു, മാറ്റിവെച്ച്. മൂന്നാമത്തെ മലക്ക് വന്നിട്ട് വെള്ളം കൊടുത്തു, അത് മാറ്റിവെച്ചു. അപ്പൊ എന്താ, വെള്ളം കുടിക്കാൻ പറ്റില്ലേ? വെള്ളം കുടിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ നല്ലതല്ലേ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇപ്പൊ നിങ്ങളെ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ ഒരു സൽക്കാരത്തിന് പോയി, ഒരു ഉദാഹരണം പറയാം, ഒരു സൽക്കാരത്തിന് പോയി, അവിടെ ചിക്കൻ നിർത്തി പൊരിച്ചതുണ്ട്, അൽഫാം ഉണ്ട്, റോസ്റ്റ് ഉണ്ട്, ബിരിയാണി ഉണ്ട്, സാധാരണ ചോറുണ്ട്, കഞ്ഞിയുണ്ട്. ഒരു ഉദാഹരണം പറയട്ടോ, ചോറുണ്ട്, കഞ്ഞിയുണ്ട്, താളിപ്പ് ചാറുണ്ട്. താളിപ്പാണല്ലോ നമ്മളെ പിന്നെ മലപ്പുറക്കാരൊരു ഒരു സംഭവമാണുള്ളത്. അപ്പോ ഇതുണ്ടാവുമ്പോ നിങ്ങൾ ഏതാ തെരഞ്ഞെടുക്കുക? നിങ്ങൾ സത്യം പറഞ്ഞാൽ മതി, നിങ്ങൾ ഏതാ തെരഞ്ഞെടുക്കുക? നമ്മളേതാ തെരഞ്ഞെടുക്കുക? നല്ലതല്ലേ തെരഞ്ഞെടുക്കുക? എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതാണ്, പക്ഷെ നമ്മൾ തെരഞ്ഞെടുക്കൽ ഏതാ? ചില ആളുകൾ ബ്രോസ്റ്റ് തെരഞ്ഞെടുക്കും, അല്ലേ? ഞാൻ ഉസ്താദെ വെറുംചോറ് തെരഞ്ഞെടുക്കും. അല്ല കഥേകരോ. ഇപ്പൊ നമുക്ക് ബിരിയാണി, റോസ്റ്റും, അൽഫാമും, വെറുംചോറും കിട്ടുമ്പോ ഏതാ തെരഞ്ഞെടുക്കാം? നമ്മള് വലിയ ആളായിട്ട് ഞാൻ വെറുംചോറ് തെരഞ്ഞെടുക്കും. വെറുംചോറ് തെരഞ്ഞെടുക്കും, അവനെ മുമ്പിൽ ഒന്ന് കിട്ടിയോ കണ്ട പറയുക. നമ്മളേതാ തെരഞ്ഞെടുക്കാം? നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല ഫുഡ്, സാധാരണ വെറുംചോറും കറിയൊക്കെ ഇൻഷാ അല്ലാഹ് അതെപ്പോഴും കിട്ടണല്ലേ, അല്ലേ? അതെപ്പോഴും കിട്ടണതല്ലേ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കഞ്ഞി തെരഞ്ഞെടുക്കും. ഓരോരുത്തരെ കമന്റ് കണ്ടാലേ ഞാൻ കഞ്ഞി തെരഞ്ഞെടുക്കും, കഞ്ഞി തെരഞ്ഞെടുക്കും. നല്ല ശരിയാ, നല്ല. അപ്പോ നല്ലതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പൊ നല്ല ഭക്ഷണം നമ്മൾ തിരഞ്ഞെടുക്കും. അതങ്ങനെയാണ്. പക്ഷേ അതങ്ങനെ തിരഞ്ഞ അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളവും പാലും കള്ളും വന്നപ്പോൾ അതിൽ നിന്ന് നല്ലതേതാ? പാലാണ് ആണല്ലോ, അത് തിരഞ്ഞെടുത്തു. അൽഹംദുലില്ലാഹ്, അങ്ങനെ തിരഞ്ഞെടുത്തു. വീണ്ടും ഇസ്രാ മിറാജിന്റെ കഥകളാണ്. വീണ്ടും പറയട്ടെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് മൂന്ന് മലക്കുകൾ വീണ്ടും വരികയാണ്. വീണ്ടും 3 മലക്കുകൾ കടന്നു വരികയാണ്. ആ മലക്കുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, തങ്ങളെ ഞാൻ 3 നിറത്തിലുള്ള വസ്ത്രമാണ് കൊണ്ടുവന്നത് നബിയേ. 3 നിറത്തിലുള്ള വസ്ത്രമാണ് തങ്ങളെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. തങ്ങളെ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിലേക്ക് മലക്കുകൾ 3 നിറത്തിലുള്ള വസ്ത്രം കൊണ്ടുവരികയാണ്. കേരളം കാതോർക്കുന്ന മിഅ്റാജ് പ്രഭാഷണത്തിന്റെ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് ജനസാഗരങ്ങൾ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ അത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിവിന്ദിലാവുന്ന പവിത്രമായ മജ്‌ലിസിലൂടെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളെ, ഇസ്രാ മിഅ്റാജിന്റെ കഥ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മോളെ. ഇസ്രാ മിഅ്റാജിന്റെ കഥ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ചെറുപ്പക്കാരാ. 3 മലക്കുകൾ വന്നുകൊണ്ട് 3 നിറത്തിലുള്ള വസ്ത്രം കൊടുക്കുകയാ. ഒന്നാമതായി ഒരു മലക്ക് വന്ന് കൊടുത്ത വസ്ത്രം ഏതെന്നറിയോ? അത് വെളുപ്പും പച്ചയും നിറമാണ്. വെളുത്ത വസ്ത്രം കൊണ്ട് കൊടുക്കുകയാണ്, പച്ച നിറത്തിലുള്ള വസ്ത്രം കൊണ്ട് കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ വെളുത്ത നിറത്തിലുള്ള വസ്ത്രവും പച്ച നിറത്തിലുള്ള വസ്ത്രവും വാങ്ങി വെക്കുകയാണ്. അല്ലാഹുവേ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെളുത്ത നിറത്തിലുള്ള വസ്ത്രം വാങ്ങിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, തങ്ങളെ തെരഞ്ഞെടുത്തത് ശരിയാണ് നബിയേ. വെളുത്ത നിറത്തിലുള്ള വസ്ത്രമുണ്ടല്ലോ, പച്ച നിറത്തിലുള്ള വസ്ത്രമുണ്ടല്ലോ, അത് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ സ്വർഗത്തിൽ നിന്ന് ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രമാണ് തങ്ങളെ. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്,
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബേ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോ സ്വർഗ്ഗാവകാശികൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ നിറോ അത് വെളുപ്പാണ് നബിയേ. പച്ച നിറത്തിലുള്ള വസ്ത്രം ബറക്കത്തുള്ള വസ്ത്രമാ, വെള്ള നിറത്തിലുള്ള വസ്ത്രം ബറക്കത്തുള്ള വസ്ത്രമാ. വസ്ത്രങ്ങളെ കൂട്ടത്തിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന വസ്ത്രമാണ് പ്രിയപ്പെട്ടവരെ വെളുത്ത നിറത്തിലുള്ള വസ്ത്രമെന്ന് നമ്മൾ മറന്നു പോവല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഒരുപാട് മനോഹരമായ വസ്ത്രങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടില്ലേ കൂട്ടുകാരാ? നിങ്ങൾ അലമാരയും നിങ്ങൾ തുറന്നു നോക്കിയേ പ്രിയപ്പെട്ടവരെ, സ്ഥലമുണ്ടാവില്ല നമുക്ക്, മുഴുവനും വസ്ത്രങ്ങളാണ്. വേണ്ട എന്ന് ഉസ്താദ് പറയുന്നില്ല, ഇതൊക്കെ റബ്ബ് നമുക്ക് തരുന്ന നിഅമത്താണ്, അത് അല്ലാഹു നമുക്ക് തരുന്ന നിഅമത്താണ്. നല്ല തലപ്പാവ് ധരിക്കുക എന്നുള്ളത് അല്ലാഹു തരുന്ന നിഅമത്താണ്. നല്ല തൊപ്പി ധരിക്കുക എന്നുള്ളത് അല്ലാഹു തരുന്ന നിഅമത്താണ്. നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് അല്ലാഹു തരുന്ന നിഅമത്താണ്. നല്ല വാച്ച് ഉപയോഗിക്കുക എന്നുള്ളത് അല്ലാഹു തരുന്ന നിഅമത്താണ്. നല്ല മൊബൈലുകൾ ഉപയോഗിക്കുക എന്നുള്ള അല്ലാഹു നമുക്ക് തരുന്ന നിഅമത്താണ്. പക്ഷേ അതെല്ലാം നല്ലതിന് വേണ്ടി ചെലവഴിക്കണം നമ്മള്. അതിലെല്ലാം ശുക്ർ പറയാൻ മനസ്സ് വേണം ചെറുപ്പക്കാരാ. അല്ലാഹു നമുക്ക് തരുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, അല്ലാഹു നമുക്ക് തരുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, അല്ലാഹു നമുക്ക് തരുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ. ഇതെല്ലാം അല്ലാഹു നൽകുന്ന നിഅമത്താണെന്ന് നമ്മൾ മറക്കണ്ട. നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോ കുറ്റപ്പെടുത്തുന്നവരില്ലേ, നല്ല തലപ്പാവ് ധരിക്കുമ്പോ കുറ്റപ്പെടുത്തുന്നവരില്ലേ, നല്ല ഫാഷൻ നല്ല മനോഹരമായ വസ്ത്രം ധരിച്ച് വൃത്തിയോടെ നടക്കുമ്പോ കുറ്റപ്പെടുത്തുന്നവരില്ലേ. അവരൊക്കെ ചരിത്രം പഠിക്കാത്തത് കൊണ്ട് പ്രശ്നമില്ല, നല്ല വൃത്തിയോടെയാണ് നടക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത ദുആ ഏതാ? അല്ലാഹുമ്മ ജിഅലനാ മിനത് തവ്വാബീൻ വജഅലനാ മിനൽ മുതതഹിരീൻ. അല്ലാഹുവേ ഞങ്ങളെ തൗബ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. തൗബ എന്നുള്ളത് മനസ്സിലെ കറ നീക്കാനാ മോനെ, മനസ്സിലെ കറ നീക്കാനാ മോനെ, മനസ്സിലെ കറകൾ നീക്കാനാ മോനെ. നിന്റെ ഹൃദയത്തിന്റെ തടഞ്ഞ കൂടിയ ഹറാമുകൾ, നീ കണ്ട ഹറാമുകളുടെ അഫക്റ്റ് അനുഭവിക്കുന്നതിന്റെ ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ. നീ പറഞ്ഞു പോയ കളവിന്റെ അഫക്റ്റ് അനുഭവിക്കുന്നത് നിന്റെ ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ. നീ പറഞ്ഞ ഗീബത്ത്, നീ ചെയ്തു കൂട്ടിയ ഫസാദുകൾ, ഹറാമുകൾ, തോന്നിവാസങ്ങൾ മുഴുവനും എല്ലാം അനുഭവിക്കുന്നത് നിന്റെ ഖൽബാളാ കൂട്ടുകാരാ. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സബ്ബിത്ത് ഖുലൂബനാ അലാ ദീനിക്കൽ ഇസ്ലാം, ഞങ്ങളെ ഖൽബ് നന്നാക്കണേ റബ്ബേ. ആ ഖൽബ് വൃത്തിയാക്കാൻ വേണ്ടി തൗബ ചെയ്യണം മോനെ. തീർന്നിട്ടില്ല, ഉടൻ തന്നെ പ്രവാചകർ ദുആ ചെയ്ത മറ്റൊരു ദുആ ഏതാണ്? വജഅൽനാ മിനൽ മുതതഹിരീൻ. ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. എങ്ങനെയെങ്കിലും നടന്നാൽ പോര ചെറുപ്പക്കാരാ, എങ്ങനെയെങ്കിലും നടന്നാൽ പോല പെങ്ങളെ. ദിവസവും കുളിച്ച് ഫ്രഷായി നടക്കണം നമ്മള്, ദിവസവും വൃത്തിയോടെ നടക്കണം നമ്മള്. നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നവരാവണം നമ്മള്. ധരിക്കുകളെല്ലാം മാറ്റിവെച്ച് നല്ല മനോഹരമായ വസ്ത്രങ്ങൾ ഇറക്കിയിട്ട്, നല്ല വസ്ത്രങ്ങൾ നല്ല ഇസ്ത്രീയിട്ട് അയൺ ചെയ്ത് ശുദ്ധമായി നല്ല റാഹത്തായി വൃത്തിയോടെ നടക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ നിനക്ക് വേണ്ടി ദുആ നടത്തിക്കൊണ്ടിരിക്കുമെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ വൃത്തിയോടെ നടക്കണം, വൃത്തിയോടെ നടക്കണം. ഇത് കുളിക്കൂല, അങ്ങനെയാവരുത്. ഇടക്ക് എപ്പോഴും ഇല്ലെങ്കിൽ ഇടക്കൊക്കെ ഒന്ന് കുളിക്കാം, ഇടക്കൊക്കെ എപ്പോഴും എന്നും കുളിക്കാൻ പറ്റുമെങ്കിൽ എന്നും കുളിക്കാം, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കുളിക്കാം. കേട്ടില്ലേ 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 ഇപ്പൊ പറയണ്ടാവും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും
കേട്ടില്ലേ? മൂല്യര് പറയണ കേട്ടില്ലേ? ഇടക്കൊക്കെ ഒന്ന് എന്നോട് കുളിക്കണം, അത് എന്നോടാ പറഞ്ഞത്. അങ്ങനെയല്ല, നിങ്ങളോടാ പറഞ്ഞത്. എന്നോടും നമ്മളോട് എല്ലാവരോടും. അതെന്ത് ചെയ്യണ്ട? എന്നോടൊക്കെ കണ്ട അതെല്ലാവരും അങ്ങോട്ട് മനസ്സിൽ കരുത്തിയാൽ മതി. ഇപ്പൊ അങ്ങനെ ഉസ്താദ് പറയുമ്പോ അങ്ങനെ ആവരുത്. എല്ലാവരോടും കൂടിയാ പറയണത്. അപ്പൊ വൃത്തിയോടെ നടക്കണം. നല്ല ഡ്രസ്സ് ധരിക്കുക. നല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞാല് നല്ല വൃത്തിയുള്ള ശുദ്ധിയുള്ള നല്ല ഡ്രസ്സ്. ഇടക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യാ? അയൺ ചെയ്യാം, ഇസ്തിരിയിടുക. എപ്പോഴും വേണ്ട. നല്ല രൂപത്തിലൊക്കെ ആക്കിയിട്ട് നല്ല റാഹത്തില്, നല്ല കാണുമ്പോ ഒരു റാഹത്ത് വേണം. മാഷാ അല്ലാഹ്. പ്രത്യേകിച്ച് സഹോദരിമാര് വീട്ടിലേക്ക് ഭർത്താക്കന്മാര് കയറി വരുമ്പോഴേ ദിവസവും കുളിക്കാറുണ്ട് ഉസ്താദെ. ഓക്കെ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ്, നിങ്ങൾ പ്രശ്നമാക്കല്ലേ. തമാശ പറഞ്ഞതാണ്, അത് വിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ എന്തപ്പോ പറഞ്ഞത്? ആ വീട്ടിലേക്ക് ഭർത്താക്കന്മാര് കയറി വരുമ്പോ ഓല് സ്വീകരിക്കണത് നല്ല റാഹത്തിലുള്ള വസ്ത്രമാവണം. നല്ല റാഹത്തില് എന്ന് പറഞ്ഞാല് പർദ്ദയൊക്കെ ഇട്ട്, ഹിജാബൊക്കെ ഇട്ട്, അതല്ലെങ്കിൽ കല്യാണത്തിന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല റാഹത്തിൽ ഇങ്ങനെ സ്വീകരിക്കുക. അങ്ങനെ പറഞ്ഞത് അങ്ങനെ സ്വീകരിക്കുക, അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ സ്വീകരിച്ച പഠിച്ചോനെ എങ്ങോട്ടപ്പ ഈ പമ്പർന്നോള് പോണേ, കയറി വരണോ ചിലപ്പോ തെറ്റിദ്ധരിക്കും. അതിനുള്ള വകുപ്പ് ഉണ്ടാക്കണ്ട. പക്ഷെ നല്ല റാഹത്തില് ആ തലയൊക്കൊന്ന് മറച്ചിട്ട് ആ നല്ല റാഹത്തിലെ ഡോറ് തുറക്കുക. ഇതിങ്ങനെ ചിലപ്പോ ഇങ്ങനെ മീനറുത്ത കത്തി, അല്ലെ മീൻ കഴുകിയ കത്തി ഉണ്ടാവും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിവെച്ച് കാണ്ട് ഈ വരും. എന്നിട്ട് മീൻ ഒരു കയ്യിൽ മീൻചട്ടി ഉണ്ടാവും, ഒരു കയ്യില് കത്തി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കയ്യിൽ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇയാൾ ഡോറൊന്ന് കൊടുക്കുക. ഇയാള് കേറി വരുമ്പോ കാണുന്നത് തന്നെ അല്ലാഹ്. അങ്ങനെയാവരുത്. നല്ല വസ്ത്രം, നല്ല റാഹത്തില്, നല്ല സന്തോഷത്തിൽ. അങ്ങനെയാണ് സഹോദരിമാര് ഭർത്താക്കന്മാരെ സ്വീകരിക്കേണ്ടത്. ഭർത്താക്കന്മാരും അങ്ങനത്തെയാണ്. ജോലി കഴിഞ്ഞ് കയറി വന്നിട്ട് ആ ലോഡും വണ്ടിയിൽ പോയ ബനിയൻ ടീഷർട്ട് ഇട്ട് കാണ്ട് എങ്ങോട്ടേത് റൂമുക്ക് വരരുത്. അതൊക്കെ ഒന്ന് അയച്ചിട്ടിട്ട് ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നല്ല റാഹത്തോടെ വരണം റൂമുക്ക് വരണമെങ്കിൽ. ഇത് ഇങ്ങനെ അവിടെ ചൊറിഞ്ഞിട്ട് അവിടെ വേർപ്പായത് ഇവിടെ വേർപ്പായത് അങ്ങനത്തെ ഒന്നും ഇട്ടാണ്ട് അങ്ങാടിയിൽ കറങ്ങി ഡ്രസ്സൊന്നും ഇട്ടാണ്ട് റൂമുക്ക് വരരുത്. എല്ലാവർക്കും അത് കാണും. വസ്ത്രം നല്ല റാഹത്തിലുള്ള വസ്ത്രമാവണം. അതങ്ങനെ തന്നെയാണ് മോമിനിയങ്ങൾ വേണ്ടത്. വസ്ത്രം നല്ല റാഹത്തിലുള്ള വസ്ത്രമാവണം. എന്നാലോ ചില ആളുകളുണ്ട് വസ്ത്രമൊക്കെ അവിടെ ഒരു ഓട്ടം ഇവിടെ ഒരു ഓട്ടം. അതൊക്കെ ഇപ്പോഴത്തെ ഫാഷനാണ്. ഞാൻ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എൻ്റെ അടുത്ത് വരുമ്പോ ഒക്കെ കാണുന്നതാണ്. അവിടെ ഒരു ഓട്ടം ഉണ്ടാവും, ഇവിടെ ഒരു ഓട്ടം ഉണ്ടാവും. പാവം ചിലപ്പോ ഇവിടെ കുളത്തിൽ കീറിയതേക്കാരെന്ന് നമ്മൾ കരുതുക. അങ്ങനെയൊന്നല്ല, അത് കീറിപ്പിച്ചതാണ്. അങ്ങനെയാവരുത്. ഔറത്തൊക്കെ മറക്കുന്ന നല്ല രൂപത്തിലുള്ള വസ്ത്രമാണ്. ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ മാസ്ക് എന്ന പുതിയൊരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറിയില്ലേ? അതന്നെയാണ് ഹിജാബ്. എല്ലാരും ഹിജാബ് ഇട്ടോളി. ഇതൊരു സൗന്ദര്യം, അതൊരു റാഹത്തല്ലേ? അറബിൻ നിലാവ് കേൾക്കുന്ന എല്ലാ ഉമ്മമാരത് തീരുമാനിക്കാം, ഞാൻ ഹിജാബ് ഇടാൻ ഒരുങ്ങാണ്. എന്താ നിങ്ങൾക്ക് കരുതി കൂടെ? അങ്ങനെ അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. ഞാൻ ഹിജാബ് ഇടാൻ കരുതാ. നമ്മളത് കരുതിയാൽ നടക്കും. ആദ്യം ഹിജാബ് ഇടുമ്പോ ഒക്കെ പറയാൻ ആളുണ്ടാവും. അതൊന്നും നോക്കണ്ട. അതൊന്നും നിങ്ങളെ പ്രശ്നമാക്കണ്ട. ചിലപ്പോ ഹിജാബ് ഇടുമ്പോ ചിലപ്പോ കാക്കനെ അനാണ്ട് കളിയാക്കാൻ നോക്കാം. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അപ്പൊ നിങ്ങൾ തൊപ്പിട്ടോക്കി. നിങ്ങൾ തൊപ്പിയൊക്കെ ഇട്ടിട്ടല്ലേ ഇപ്പൊ മൂപ്പര് ഉഷാറായിക്കണല്ലോ പറയാൻ ആളുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും പറയാൻ എന്തുണ്ടാവും? ആളുകളുണ്ടാവും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. നമ്മൾ ചെയ്യണ നന്മയാണോ? ആ റൂട്ടിൽ അങ്ങനെ പോവുക. ഉസ്താദുമാര് കാണിച്ചെന്ന നന്മയുടെ റൂട്ടാണോ? തിരുത്താനുണ്ടെങ്കിലൊക്കെ നമ്മൾ തിരുത്താം. അവിടെ ഒന്നും നമ്മള് ഒരാള് തെറ്റ് ചൂണ്ടിക്കാണിച്ചെന്ന അങ്ങനെ പറയരുത്. ആര് ചൂണ്ടിക്കാണിച്ചാലും തിരുത്താൻ നമ്മൾ തയ്യാറാവണം. തിരുത്തേണ്ടത് തിരുത്തണം. അപ്പൊ പറഞ്ഞു വരുന്നത് നല്ല വസ്ത്രം. സമയമായിട്ടോ 10 മണിക്ക് വാള് നിർത്തണം. 10:30 വരെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനുള്ള പെർമിറ്റ് ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 10:30 വരെ നമ്മളിന്ന് പോകുള്ളൂ നടന്നു. അപ്പോ നല്ല വസ്ത്രമാണോ? വസ്ത്രങ്ങളിൽ നിന്ന് നല്ല വസ്ത്രമാണ് വെളുത്തത്, പച്ച എന്നുള്ളതൊക്കെ.
അപ്പോ വെളുത്ത വസ്ത്രം അത് നല്ല വസ്ത്രമാണ്, ബാക്കിയുള്ള വസ്ത്രം നല്ലതല്ല എന്നല്ല പറയണത്. പക്ഷേ നമുക്ക് കുറെ വസ്ത്രം ഉണ്ടല്ലോ, കുറെ ജോഡി വസ്ത്രം ഉണ്ടല്ലോ. ഇപ്പൊ എളാമാന്റെ കല്യാണത്തിന് ഒരു വസ്ത്രം, എളാമാന്റെ വലിയ മോളെ കല്യാണത്തിന് വേറൊരു ജോഡി, എളാമാന്റെ രണ്ടാമത്തെ മോളെ കല്യാണത്തിന് വേറെ ജോഡി. അല്ലാഹുവേ, കുടുംബത്തിൽ കല്യാണം വരുന്നേ പേടിയാ ചിലർക്ക്. കാരണം എന്താ? ഓളെ കല്യാണത്തിന് അപ്പൊ ഫാത്തിമ അനക്കല്ലേ കഴിഞ്ഞ ആഴ്ച ഡ്രസ് എടുത്തത്, അത് പൂവിന്റെ കല്യാണത്തിനല്ലേ, അപ്പൊ മാളുവിന്റെ കല്യാണത്തിനോ ഞാൻ ഇതന്നെ ഇട്. അല്ലാ, എന്താ ചില സഹോദരിമാരെ ചോദിക്കുന്നു. അങ്ങനെ ഒരു വസ്ത്രം കൊണ്ട് നമുക്ക് എത്ര കാലം ജീവിക്കാം പ്രിയപ്പെട്ടവരെ എന്ന് കരുതിയിട്ട് അത് ഇപ്പൊ മൂല്യർ അങ്ങനെ പറഞ്ഞു, അത് കരുതിയിട്ട് പണ്ട് 2 കൊല്ലം കഴിഞ്ഞ കല്യാണത്തിന്റെ ആ ഡ്രസ്സ് എടുത്ത് എനിക്ക് അതന്നെ മതി, അങ്ങനെ ആവരുത്. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക. ഇടയ്ക്കൊക്കെ എപ്പോഴും ആവരുത്. വീട്ടിലൊരു 5 കല്യാണം പേരുണ്ട്, അതിന് 5 കൂട്ടം ഡ്രസ്സ്, അങ്ങനെ ആവരുത്. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നാൽ ചില ആളുകളുണ്ട്, ഓലിങ്ങനെ ഓൽക്ക് വേണ്ടി ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ എടുക്കും. അവിടുന്ന് വരുമ്പോ അങ്ങാടിയിൽ നിന്ന് കാണുമ്പോ വിലക്കുറവ് കാണുമ്പോ റോഡ് സൈഡിൽ ജീൻസ് 200 രൂപക്ക്, ഏത് ഷർട്ട് എടുത്താലും 80 രൂപ, അതൊക്കെ കാണുമ്പോ മൂപ്പരാൾ ഇങ്ങനെ ഡ്രസ്സ് എടുക്കും. ഈ സാധുവിന് അതൊന്നുമില്ല, അനക്കൊന്നും വേണ്ട, അനക്ക് കഴിഞ്ഞ കല്യാണത്തിനായിട്ടില്ല. അങ്ങനെ ആവരുത്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓൽക്ക് കൊടുക്കണം. എന്താ പല തിരക്കട്? നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഓൽക്കും കൊണ്ടുവരണം. നിങ്ങൾ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങളെ പെണ്ണുങ്ങൾക്കും ഡ്രസ്സ് എടുക്കണം. പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉമ്മാക്കും ഡ്രസ്സ് എടുക്കണം, നിങ്ങൾ ഉപ്പാക്കും ഡ്രസ്സ് എടുക്കണം. അങ്ങനെയാവണം. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലട്ട സന്തോഷത്തിലാവണം. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം തരട്ടെ. അപ്പൊ ഡ്രസ്സിനെ കുറിച്ച് പറയാണ്. വീണ്ടും ഈ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു കറുത്ത നിറത്തിലുള്ള വസ്ത്രം കൊടുത്തു. ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പറയണം. നല്ല രസാന ചരിത്രങ്ങള്. ഇസ്രാ മിഅ്റാജിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ അരവിന്ദിലാവിൽ ദിവസങ്ങളോളം അത് തന്നെ പറയാനുണ്ട്. കുടുംബജീവിതം പറഞ്ഞു വെച്ച് ബാക്കി നിൽക്കണം. അത് നമ്മൾ പൂർത്തിയായിട്ടില്ല, അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. ഇത് ഇസ്രാ മിഅ്റാജ് നമ്മളിലേക്ക് വരികയാണല്ലോ. റജബ് 27 വരെയല്ലേ? റജബ് 27 നമുക്ക് സുന്നത്ത് നോമ്പ് എടുക്കണ്ടേ? ഇൻഷാ അല്ലാഹ് അന്ന് സുന്നത്ത് നോമ്പ് എടുക്കണം. അന്ന് നമുക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കണം. അത് സുന്നത്താണ്, മഹാന്മാര് പഠിപ്പിച്ചതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത്തെ ദിവസത്തിന്റെ പവിത്രതയാണെങ്കിൽ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് തോന്നിയത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ, ആ ചരിത്രം ഞാൻ പൂർത്തിയാക്കിയിട്ട് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അറിവിന്നിലാമിന്റെ അവസാനത്തെ ദുആണ്. മുഅ്മിനീങ്ങളെ, ആരും പങ്കെടുക്കാതെ മാറി നിൽക്കാൻ പാടില്ല. അവസാനത്തെ പ്രാർത്ഥന അല്ലാഹുവിനെ ഹിജാബത്ത് തരുന്ന പ്രാർത്ഥനയാണ്. ജനസാഗരങ്ങൾ ആമീൻ പറയുന്ന മജ്ലിസല്ലേ. അൽഹംദുലില്ലാഹ്. ഒരു സന്തോഷമായിട്ട് നിങ്ങളോട് പറയട്ടെ. കോട്ടുമലയിൽ എന്ന് പറയുന്ന സഹോദരി 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് വിശേഷമുണ്ട്. അൽഹംദുലില്ലാഹ്. മറ്റൊരു സന്തോഷം കൂടി പറയാണ്. അരീക്കോടിൽ നിന്ന് മൈമൂന എന്ന് പറയുന്ന സഹോദരി 12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളുണ്ടായ സന്തോഷം. അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ അവരെ വെള്ളം വെച്ച് ഓരോരുത്തരെ ഖലാസിനനുസരിച്ച് പടച്ചു നമ്പുരാൻ കൊടുക്കുന്ന നിഅമത്താണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ, അവരെ പ്രിയപ്പെട്ട സഹോദരി മക്കളില്ലാതെ വിഷമിക്കുന്നവരായിരുന്നു. അവർക്ക് അല്ലാഹു മക്കൾ നൽകിയ സന്തോഷത്തിന്റെ വാർത്തകള്. അതുകൊണ്ട് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ദുആ നിങ്ങൾ ഒഴിവാക്കല്ലേ. ജനസാഗരങ്ങൾ ഒരുമിച്ച് കൈകളുയർത്തുന്ന മജ്ലിസ, ജനലക്ഷങ്ങൾ ഒരുമിച്ചിരുന്ന കൈകളുയർത്തുന്ന മജ്ലിസ. അൽഹംദുലില്ലാഹ്. റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഈ വിഷയം പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ആ പ്രിയപ്പെട്ട സ്വഹാബി വന്നുകൊണ്ട് കറുത്ത നിറത്തിലുള്ള വസ്ത്രം കൊടുക്കുകയാ. കറുത്ത നിറത്തിലുള്ള വസ്ത്രം കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് മാറ്റി നിർത്തുകയാ. അല്ലാഹുവിന്റെ ഹബീബ് ആ വസ്ത്രം വാങ്ങിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വസ്ത്രം വാങ്ങിയില്ല. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കറുത്ത നിറത്തിലുള്ള വസ്ത്രമല്ലേ, കറുത്ത നിറത്തിലുള്ള വസ്ത്രം കിട്ടിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് മാറ്റി വെച്ചു. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്,
ശരിയാണ് നബിയെ, ശരിയാണ് നബിയെ, ശരിയാണ് നബിയെ, ശരിയാണ് നബിയെ, നിങ്ങൾ ചെയ്തത് ശരിയാണ് തങ്ങളെ, നിങ്ങൾ ചെയ്തത് ശരിയാണ് തങ്ങളെ. തങ്ങൾ മാറ്റിവച്ചുവല്ലോ, തങ്ങൾ മാറ്റിവച്ചല്ലോ. കറുത്ത നിറത്തിലുള്ള വസ്ത്രം എന്നുള്ളത് അത് ബറക്കത്തില്ലാത്ത വസ്ത്രമാണ് തങ്ങളെ, അത് ബറക്കത്ത് കുറഞ്ഞ വസ്ത്രമാണ് തങ്ങളെ. ഇസ്രാ മിഅ്റാജിന്റെ യാത്രക്കിടയിലെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കറുത്ത നിറത്തിലുള്ള വസ്ത്രം ലഭിച്ചപ്പോ മാറ്റിവെക്കുകയാണ്. തീർന്നിട്ടില്ല, ഉടനെ തന്നെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം കൊടുക്കുകയാണ്. ആ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം കിട്ടിയപ്പോഴോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ വസ്ത്രവും അവിടെ നിന്ന് മാറ്റിവെക്കുകയാണ്. കറുത്ത നിറത്തിലുള്ള വസ്ത്രവും വെള്ള നിറത്തിലുള്ള വസ്ത്രവും ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റിവെച്ചെങ്കിൽ അറിവിന്ദിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിവിന്ദിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് തന്ന വസ്ത്രം വെളുത്ത വസ്ത്രമാണ്, നല്ല ബറക്കത്തുള്ള വസ്ത്രം എന്നുള്ളത്. വെളുത്ത വസ്ത്രം നല്ല ബറക്കത്തുള്ള വസ്ത്രമാ, വെളുത്ത വസ്ത്രം നല്ല ബറക്കത്തുള്ള വസ്ത്രമാ, വെളുത്ത വസ്ത്രം നല്ല ബറക്കത്തുള്ള വസ്ത്രമാണ് പ്രിയപ്പെട്ടവരെ. മറ്റുള്ള നിറത്തിലുള്ള വസ്ത്രമൊന്നും വേണ്ട എന്നല്ല ഉസ്താദ് പറയുന്നത്. നിങ്ങള് എത്ര വസ്ത്രങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്കെങ്കിലും പോവാ, ഒരു വെളുത്ത വസ്ത്രം എടുക്കാൻ എന്റെ ചെറുപ്പക്കാരാ നമ്മൾ മനസ്സ് കാണിക്കണം. കൂട്ടുകാരാ, തലയിൽ ഒരു തൊപ്പി വെക്കാൻ മനസ്സ് കാണിക്കണം മുഅ്മിനേ, തലയിൽ ഒരു ടവ്വൽ വെക്കാൻ മനസ്സ് കാണിക്കണം മുഅ്മിനേ. എത്ര വലിയ വിലപിടിപ്പുള്ള മൊബൈലാണ് നമ്മളെ കയ്യിലുള്ളത്, എത്ര വിലപിടിപ്പുള്ള വാഹനം നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലോ വീട്ടിലോ നിൽക്കുമ്പോ ഒന്ന് തലമറക്കാ, നമുക്ക് മൊബൈൽ നമുക്ക് തലമറക്കാ, ഒരു തൊപ്പി നമുക്ക് ലഭിക്കാതെ പോയല്ലോ, ഒരു ടവ്വൽ നമുക്ക് ലഭിക്കാതെ പോയല്ലോ. മാറ്റം വരണം പ്രിയപ്പെട്ടവരെ, മാറ്റം വരണം പ്രിയപ്പെട്ടവരെ, മാറ്റം വരണം പ്രിയപ്പെട്ടവരെ. ഇസ്രാ മിഅ്റാജിന്റെ യാത്രക്കിടയിൽ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കറുത്ത നിറത്തിലുള്ള വസ്ത്രം മാറ്റിവെച്ചു എന്നാണ്, കറുത്ത നിറത്തിലുള്ള വസ്ത്രം മാറ്റിവെച്ചു എന്നാണ്. ഇനി ഇതിന്റെ ബാക്കി ഭാഗമുണ്ട്, ഇതിന്റെ ബാക്കി ഭാഗം വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ ആകെ അടിയായി. അല്ലാ, അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ? ഞങ്ങളൊക്കെ കറുത്ത പറത്ത് ഒഴിവാക്കിയാണ്ട് സാരി എടുക്കാം, ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അതന്നെ എടുത്തോളി, നിങ്ങൾ അതന്നെ എടുത്തോളി. പക്ഷേ അത് ഇൻഷാ അല്ലാഹ് അതിനുള്ള പ്രതിവിധി ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പിന്നെ ബൂഡൂലാന്ന് എനിക്കറിയാം, നല്ലോണം അറിയാം. കമന്റിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ ബൂഡൂല എന്നുള്ള നല്ലോണം അറിയാം. ഇൻഷാ അല്ലാഹ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ സമയമായി, ഇപ്പൊ ഞാൻ വല്ല തടിയിരിക്കട്ടെ, ഇപ്പൊ സമയമായിട്ടുണ്ട്. അടുത്ത പ്രഭാഷണം ഞാൻ അതും പറഞ്ഞാണ്ട് കളറുള്ള ഡ്രസ്സ്, കളറുള്ള പർദ്ദ അങ്ങോട്ട് ഇറങ്ങരുത്. അത് ഇൻഷാ അല്ലാഹ് അത് വിശദീകരിച്ചു തരും, അത് വിശദീകരിച്ചു തരും. നിങ്ങൾ പ്രശ്നാക്കല്ലേ കേട്ടോ, ഉമ്മമാര് പ്രശ്നാക്കല്ലേ പ്ലീസ്, ദയവ് ചെയ്ത് പ്രശ്നാക്കല്ലേ. നമ്മൾ അതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമ്മൾ ഇപ്പൊ ദുആരിക്കാൻ പോവാണ്. നാളെ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് മജ്ലിസിന്റെ ദിവസമാണ്. നാളെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ മജ്ലിസിന്റെ 78ാമത്തെ സ്വലാത്ത് മജ്ലിസാണ്. നാളെ രാത്രി 8 മണിക്ക് അത് ആരംഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് എല്ലാവരും ഇസ്തിഗ്ഫാർ ചൊല്ലി, എല്ലാ മുഅ്മിനീങ്ങളും റജബ് മാസല്ലേ എല്ലാവരും ചൊല്ലിക്കൊള്ളി, എല്ലാവരും ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെറിയൊരു ദുആ 10:30 ആകുമ്പോഴേക്ക് നമുക്ക് പിരിയണം. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൽമു പറഞ്ഞ മജ്ലിസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകന്റെ മിഅ്റാജിന്റെ അത്ഭുത യാത്രയെ കുറിച്ച് പറഞ്ഞ മജ്ലിസാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇൽമു പറഞ്ഞ മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഒരു 21 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കാൻ വേണ്ടി പോവാണ്. അല്ലാഹുവേ നീ കബൂലാക്കുക, അല്ലാഹ് നീ സ്വീകരിക്കുക, അല്ലാഹ് നീ സ്വീകരിക്കുക, അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും ഇഖ്ലാസോടെ ചൊല്ലി ഇൻഷാ അല്ലാഹ് അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. മനസ്സറിഞ്ഞു ചൊല്ലുക അസ്തഗ്ഫിറുല്ലാഹല്ലദീം, 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 അസ്തഗ്ഫിറുല്ലാഹല്ലദീം,
അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. മുഅ്മിനീങ്ങളെ, ഒരു 11 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആരിക്കാം. എന്റെ മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. തങ്ങന്മാരും ഉസ്താദുമാരും അവിടെ ഇരിക്കുക, ഉമ്മമാരൊക്കെ അവിടെ ഇരിക്കുക, ക്ഷീണമുള്ളവരെല്ലാം ഇരിക്കുക, ചെറുപ്പക്കാരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? മക്കളെ, എല്ലാവരും ലൈവ് കാണുമ്പോ ലൈവിലൂടെ ഉസ്താദ് പറയുമ്പോ നിങ്ങളൊക്കെ അനുസരിക്കുമെന്ന് 100% എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരും ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് ലൈവ് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നൊരു 11 സ്വലാത്ത് ചൊല്ലുക. 11 സ്വലാത്ത് ചൊല്ലിയിട്ട് അറിവിൻ നിലാവിന്റെ സമാപന ദുആ ആരംഭിക്കുകയാണ്. ജനസാഗരങ്ങൾ എഴുന്നേറ്റ് നിന്ന് 11 സ്വലാത്ത് ചൊല്ലുന്നു. ജനസാഗരങ്ങൾ കൈകൾ ഉയർത്തുന്ന സമയം അല്ലാഹ് പവിത്രമായ റജബ് മാസത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് പരിശുദ്ധമായ മജ്ലിസ് വീക്ഷിച്ചുകൊണ്ട് അല്ലാഹുവേ, ഈ മഹത്തായ മജ്ലിസിൽ ഇരിക്കുന്ന അറിവിൻ നിലാവിന്റെ കുടുംബങ്ങൾക്ക് ബറക്കത്ത് നൽകുക അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നാളെ ചികിത്സ ലീവാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. വ്യാഴം, വെള്ളി, ശനി ചികിത്സ ലീവാണെന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഞായറാഴ്ച ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഒരു 11 സ്വലാത്ത് എല്ലാവരും സല്ലല്ലാഹു അലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഹബീബി യാ മുഹമ്മദ് യാ അറൂസൽ ഖാഫിഖൈനി യാ മുഅയ്യദ് യാ മുമജദ് യാ ഇമാമൽ ഖിബ്ലതൈനി സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. എല്ലാവരും മുഖം തടവിട്ടിരിക്കും. അവസാന ദുആ ആരംഭിക്കുകയാണ്. താനൂരിൽ നിന്ന് സുഹൈല ജംഷീർ 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഗർഭിണിയാണ്. അറിവിന്ദിലാവ് കാണുന്നു, വെള്ളം കുടിക്കുന്നുണ്ട്, യാസീൻ ഓതുന്നുണ്ട്. എല്ലാം ഖൈറായി കിട്ടാൻ ദുആ ചെയ്യണം. അൽഹംദുലില്ലാ. താനൂർ അല്ലാഹ് നീ സ്വീകരിക്കുക, അല്ലാഹ് കബൂലാക്കുക. എല്ലാവരും ഇൻഷാ അല്ലാഹ് നാളെ സ്വലാത്ത് മജ്ലിസാണ്. വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന നാളെ സ്വലാത്ത് മജ്ലിസാണ്. എല്ലാവരും സ്വലാത്ത് എല്ലിയിട്ടിരിക്കുക. നാളെ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ്. റജബ് മാസത്തെ വെള്ളിയാഴ്ച രാവ് നഷ്ടപ്പെടുത്തരുത്. വെള്ളിയാഴ്ച രാവിലെ സുന്നത്ത് നോമ്പ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവരെങ്ങനെ എടുക്കാം. റജബ് മാസത്തെ വെള്ളിയാഴ്ച രാവാണ്. ആരും നഷ്ടപ്പെടുത്തരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. നാളത്തെ ദുആഇന്റെ മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 8 മണിക്ക് നമുക്ക് തുടങ്ങണം. നാളെ ചികിത്സ ലീവാണ്. ഇനിയുള്ളത് ഞായറാഴ്ചയാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു പ്രധാനപ്പെട്ട വിഷയം ഓർമ്മപ്പെടുത്താണ്ട് അടുത്ത മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് അത് പറയാം. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ ഫാത്തിഹ. എൻ്റെ ഉമ്മയുടെ പേരിൽ ഇൻഷാ അല്ലാഹ് യാസീനോദന ഉമ്മ മരിച്ച മാസമാണ്. ദിവസം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ആണ്ട് നമ്മള് മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരു ദിവസം യാസീൻ ഓതിയിട്ട് റജബ് തന്നെ നമുക്ക് ദുആരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമുക്ക് ദുആരിക്കാം. എല്ലാ മുഅ്മിനീങ്ങളും നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ, നമ്മുടെ മഹല്ലിലും അയൽപ്പക്ക മഹല്ലുകളിലൊക്കെ മരിച്ചു കിടക്കുന്നവരെ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മരിച്ചു കിടക്കുന്നവരെ, അറിവിന്ദിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ എല്ലാവരുടെ ഹളറത്തിലേക്കും അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, അറിവിന്ദിലാവിന്റെ ഇന്നത്തെ സദസ്സിലെ അവസാനത്തെ ദുആണ്. റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിയു മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു السلام عليك يا سيدنا يا حبيب الله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم بارك لنا في جميع كل أمورنا وبارك لنا في تعلمنا وتعليمنا وبارك لنا في جميع ما أعطيتنا بركة تامة كما باركت على عبادك الصالحين. اللهم أنت تعلم ذنوبنا فاغفرها وتعلم عيوبنا فاسترها وتعلم أحوالنا فاصلحها وتعلم ديوننا فأدها وتعلم أمراضنا فاشفها وتعلم حوائجنا فاقضها وتعلم حوائجنا فاقضها يا رب العالمين. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وخلقا حسنا وعمرا واسعا في
طاعتك ومرضاتك طويلا اللهم أعزنا بعزتك وارفعنا بعزتك واحفظنا بحفظك يا الله اللهم أبطل السحر واللعن والحسد واللقد والخوف والمرض والشر من الإنس والجن والشيطان من جسدنا من أهلنا ومجلسنا وجميع ما أعطيتنا يا الله اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസിനെ സ്വീകരിക്കണേ റഹ്മാൻ ജനസാഗരങ്ങൾ ഒരുമിച്ചോടി അറിവിൻ നിലാവിന്റെ മജ്‌ലിസിൽ ആമീൻ പറയുകയാണ് റബ്ബേ നീ കബൂലാക്ക് അല്ലാഹ് എത്രയോ മുഅ്മിനീങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അറിവിൻ നിലാവിലൂടെ കൈകൾ ഉയർത്തുകയാണ് ഞങ്ങളെ മജ്‌ലിസിനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ആ ഹളറത്തിലുള്ള പോവാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ് അംബിയാക്കന്മാരെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഔലിയാക്കന്മാരെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഖുത്ബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവിടത്തെ ഹളറത്തിലേക്ക് എത്തിക്ക് റബ്ബേ അവരുടെ പൊരുത്തം ഞങ്ങളെ മജ്‌ലിസിനെ തരണേ റഹ്മാനേ ഞങ്ങൾ അറിവിൻ നിലാവിന്റെ കുടുംബങ്ങൾക്ക് നൽകണേ നാഥാ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ് ചെയ്തു പോയ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ സർവ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ് ഞങ്ങളെ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ് നന്നാവണമെന്ന ആഗ്രഹം ഞങ്ങളിലുണ്ട് ഇഖ്ലാസുള്ള ഖൽബ് നൽക റബ്ബേ ഈമാനുള്ള ഖൽബ് നൽക റബ്ബേ തഖ്വയുള്ള ഖൽബ് നൽക റബ്ബേ അല്ലാഹുവേ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് അറിവിൻ നിലാവിന്റെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ മജ്‌ലിസിൽ ഇരിക്കുന്നത് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾക്ക് അവരെ ആഗ്രഹങ്ങൾ സാധിച്ചു നീ തന്നുവല്ലോ ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എല്ലാം സാധിപ്പിച്ചു തരണേ തമ്പുരാനെ എല്ലാ മുറാദുകളും മനസ്സിലാക്കണേ അല്ലാഹ് വിഷമങ്ങളുണ്ട് മാറ്റിത്തരണേ അല്ലാഹ് മനസ്സിനായിട്ടുള്ള മനസ്സിന്റെ ഉള്ളിൽ പുകച്ചിലാണ് മനസ്സിന്റെ ഉള്ളിൽ സങ്കടങ്ങളാണ് മനസ്സിന്റെ ഉള്ളിൽ ദുഃഖഭാരങ്ങളാണ് റബ്ബേ നീ പരിഹാരം നൽകണേ റഹ്മാൻ ഞങ്ങളെ മജ്‌ലിസിൽ ഒരുപാട് സയ്യിദന്മാരുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് പണ്ഡിതന്മാരുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് അവർക്ക് ദീർഘായുസ്സ് കൊടുക്ക റബ്ബേ അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്ക റബ്ബേ പ്രായമുള്ള എത്രയോ ഉമ്മമാരുണ്ട് പാപ്പമാരുണ്ട് എത്ര പ്രായമായി എത്ര വയസ്സായി ക്ഷീണം അവരിലുണ്ട് പ്രയാസങ്ങളിൽ അവരിലുണ്ട് എന്നാലും ഈ പരിശുദ്ധ റജബിലെ അറിവിൻ നിലാവിന്റെ മജ്‌ലിസ് കഴിയുന്നത് വരെ ഞങ്ങൾ
ഞങ്ങളെ മജ്ലിസിൽ ആ പാവങ്ങൾ ഇരിക്കുകയാണ് റബ്ബേ അവരെ വിഷമങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ അല്ലാഹ് ക്ഷീണമെല്ലാം മാറ്റി കൊടുക്കണേ അല്ലാഹ് അറിവിന്ദിലാവിന്റെ വലിയ ഉമ്മമാർക്ക് അറിവിന്ദിലാവിന്റെ വലിയ ഉപ്പമാർക്ക് അറിവിന്ദിലാവിലെ ഉമ്മമാര് ബാപ്പമാര് ചെറുപ്പക്കാരികള് പ്രിയപ്പെട്ട പിഞ്ചോമന മക്കള് എല്ലാവർക്കും ബറക്കത്ത് നൽക റബ്ബേ എല്ലാവരിലും റാഹത്ത് നൽകണേ റഹ്മാൻ അസുഖങ്ങളെ മുഴുവനും ശിഫയാക്ക് അല്ലാഹ് ക്യാൻസർ മാറ്റി അല്ലാഹ് ട്യൂമർ മാറ്റി അല്ലാഹ് കിഡ്നി ശരിയാക്കി തരണേ റഹ്മാൻ ഹാർട്ടിന്റെ പ്രോബ്ലം മാറ്റണേ റഹ്മാനേ അല്ലാഹുവേ എത്ര അസുഖങ്ങളാണ് ഞങ്ങൾക്കുള്ളത് ഒരുപാട് ക്ഷീണങ്ങളുണ്ട് ഒരുപാട് അസുഖങ്ങളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് എല്ലാം മാറ്റിത്തരണേ നാഥാ എല്ലാ അസുഖങ്ങളും സുഖപ്പെടുത്തുക അല്ലാഹ് പുറത്ത് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ അസുഖങ്ങൾ മുഴുവനും റബ്ബാകുന്ന നീ ശിഫയാക്കണേ അല്ലാഹ് നീ ശിഫയാക്കണേ അല്ലാഹ് നീ ശിഫയാക്കി തരണേ തമ്പുരാനേ അല്ലാഹുവേ ഞങ്ങളെ വേദനകളെല്ലാം മാറ്റിത്തരണേ റഹ്മാൻ വേദനകളെ മാറ്റിത്തരണേ അല്ലാഹ് കൈകാല് കടച്ചില് മാറ്റിത്തരണേ അല്ലാഹ് തലവേദനയും ശരീരവേദനയും ഊരവേദനയും എന്തെല്ലാം വേദന ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാൻ അറിവിന്ദിലാവിന്റെ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകൾ സുഖമില്ലാതെ വന്നിട്ടുണ്ട് ആംബുലൻസിലും വാഹനത്തിലുമായി പാവപ്പെട്ട രോഗികളെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാഹ് രാവിലെയാകുമ്പോഴേക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ വന്നു സങ്കടം പറയാനും ദുഃഖങ്ങൾ പറയാനും ഓടിയെത്തുന്നവരാണ് അല്ലാഹുവേ അവർക്കെല്ലാം അവരെ കാര്യങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുക അവര് പറഞ്ഞ വിഷമങ്ങളെ മാറ്റണം അല്ലാഹ് സങ്കടങ്ങളെ മാറ്റി റബ്ബേ യജമാനനായ നാഥാ ആരെല്ലാം എന്തെല്ലാം ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എല്ലാം നീ അങ്ങ് സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാൻ ഇവിടെ വന്ന് തിരക്ക് കാരണം കാണാൻ കഴിയാതെ പറയാൻ കഴിയാതെ പോയവരുണ്ട് അവരുടെ വിഷമങ്ങളും മാറ്റി കൊടുക്കണേ റഹ്മാനെ സങ്കടങ്ങളും മാറ്റി കൊടുക്കണേ റഹ്മാൻ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് ബറക്കത്ത് നൽക റബ്ബേ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് റഹ്മത്ത് നൽക റബ്ബേ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് സമാധാനം നൽക റബ്ബേ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് സന്തോഷം നൽക റബ്ബേ കല്യാണങ്ങളെ ശരിയാക്കി തരണേ അല്ലാഹ് മുടക്കുകൾ മാറ്റി തരണേ അല്ലാഹ് ഞങ്ങളെ ചെറുപ്പക്കാരികൾക്ക് കല്യാണം ശരിയാക്കി റബ്ബേ കുടുംബജീവിതത്തിൽ സമാധാനം കൊടുക്കണേ റഹ്മാൻ പിണക്കങ്ങളെല്ലാം മാറ്റി റബ്ബേ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി റബ്ബേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുക അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ നാഥാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ നാഥാ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമുണ്ട് എല്ലാവർക്കും മക്കളെ കൊടുക്കണേ അല്ലാഹ് എല്ലാവർക്കും മക്കളെ കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ തടസ്സങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ മക്കളെ അസുഖങ്ങളെല്ലാം മാറ്റി അല്ലാഹ് അറിവിന്ദിലാവിന്റെ മജ്ലിസിലെ സമാപന ദുആയാണ് അല്ലാഹ് വീടില്ലാത്തവർക്ക് വീട് തരണേ അല്ലാഹ് സ്ഥലം തരണേ അല്ലാഹ് വീട് പണി പൂർത്തിയാക്കണേ അല്ലാഹ് ജീവിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ സമാധാനം തരണേ റഹ്മാൻ തട്ടിമുട്ടലുകളെ ബാത്തിലാക്കുക അല്ലാഹ് സുഹൃ ബാത്തിലാക്കുക അല്ലാഹ് കണ്ണേർ ബാത്തിലാക്കുക അല്ലാഹ് നാപ്പോർ ബാത്തിലാക്കുക അല്ലാഹ് കൈവിഷം ബാത്തിലാക്കുക അല്ലാഹ്
സർവ ശർറുകളിൽ നിന്ന് സലാമത്ത് തരണേ റബ്ബേ സർവ ശർറുകളിൽ നിന്ന് സലാമത്ത് തരണേ റബ്ബേ സർവ ശർറുകളിൽ നിന്ന് സലാമത്ത് തരണേ അല്ലാഹുവേ വീട്ടിലേക്ക് വഴി തരണേ അല്ലാഹ് കിണറ്റിലും കുയൽ കിണറിലും വെള്ളം തരണേ അല്ലാഹ് ബിസിനസ്സിൽ ബറക്കത്ത് തരണേ അല്ലാഹ് ബിസിനസ്സിൽ ഉയർച്ച നൽകണേ റഹ്മാനെ തടസ്സങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് നല്ല റാഹത്ത് ബറക്കത്ത് ഏറ്റിത്തരണേ റഹ്മാനെ കച്ചവടത്തിൽ ബറക്കത്ത് തരണം അല്ലാഹ് കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകുക അല്ലാഹ് വാഹനമോടിക്കുന്ന ഡ്രൈവർമാർക്ക് ബറക്കത്ത് നൽകുക റബ്ബേ ഡ്രൈവർമാർക്ക് ബറക്കത്ത് നൽകുക റബ്ബേ ഡ്രൈവർമാർക്ക് ബറക്കത്ത് നൽകുക റബ്ബേ ഞങ്ങളെ പ്രവാസികളെ നീ കാക്കണേ റഹ്മാനെ അവരെ വിഷമങ്ങളെ മാറ്റി അല്ലാഹ് അവരെ സങ്കടങ്ങളെ മാറ്റി റബ്ബേ അവരെ ദുഃഖങ്ങളെ മാറ്റി നാഥാ അവരെ വിഷമങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ 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 അറിവിൻ നിലാവ് കാണുന്ന കുടുംബങ്ങൾ അവരുടെ കുടുംബത്തിൽ ഐക്യം നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ റഹ്മാനെ മാതാപിതാക്കൾ മക്കൾക്കിടയിൽ ഒരു നൽകനാഥാ അല്ലാഹുവേ ഞങ്ങളെ ഇൽമിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളെ മജ്ലിസിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെ മഹാരഥന്മാരായ ഉസ്താദുമാർ അഭിയന്തരായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് റബ്ബേ റഈസുൽ ഉലമാ ബദറുസ് സാദാത്ത് അടക്കമുള്ള ഞങ്ങളെ മഹാരഥന്മാരായ ഉസ്താദുമാർ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഉലമാക്കൾക്കും സാദാത്യങ്ങൾക്കും ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ ആഫിയത്ത് നൽകണേ അല്ലാഹ് ആഫിയത്ത് നൽകണേ അല്ലാഹ് ദീർഘായുസ്സ് തരണേ റബ്ബേ അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും ദീർഘായുസ്സിനെ നൽകണേ റഹ്മാനെ അല്ലാഹുവേ ആരൊക്കെ ഞങ്ങളോട് ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ അവരെ പറഞ്ഞിട്ടുണ്ടോ എന്തെല്ലാം വിഷമങ്ങൾ അവരെ പറഞ്ഞിട്ടുണ്ടോ എല്ലാം നീ ഏറ്റെടുക്കണം അല്ലാഹ് എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ് എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹുവേ പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം മരണപ്പെട്ടു പോയ മാതാപിതാക്കള് ഉസ്താദുമാര് കൂട്ടുകുടുംബങ്ങള് ഞങ്ങളെയൊക്കെ മഹല്ലുകളിൽ മരിച്ചു കിടക്കുന്നവരെ ഖബർ സ്വർഗ്ഗമാക്കണേ റഹ്മാൻ വിശാലമാക്കണേ റഹ്മാനെ വിശാലമാക്കണേ അല്ലാഹ് വിശാലമാക്കണേ അല്ലാഹ് അവരെ ഖബറിലേക്ക് അറിവിൻ നിലാവിന്റെ നിലാവെളിച്ചം നീ എത്തിച്ചു നൽകണേ റഹ്മാനെ പരീക്ഷ എഴുതുന്ന മക്കളുണ്ട് എക്സാം എഴുതുന്ന മക്കളുണ്ട് അല്ലാഹുവേ അവർക്ക് നീ വിജയം നൽകണേ റഹ്മാനെ അവർക്ക് നീ വിജയം നൽകണേ അല്ലാഹ് 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 രണ്ട് ലോകത്തും ഞങ്ങളെ വിജയിപ്പിക്കുന്നതാ രണ്ട് ലോകത്തും ഞങ്ങളെ വിജയിപ്പിക്കുന്നതാ അല്ലാഹുവേ മടവൂർ ശൈഖുനാന്റെ കാവൽ തരണേ അല്ലാഹ് മടവൂർ ശൈഖുനാനെ പൊരുത്തം നൽകണേ അല്ലാഹ് മടവൂർ ശൈഖുനാനെ ഇഷ്ടം നൽകണേ അല്ലാഹ് മടവൂർ ശൈഖുനാനെ സ്നേഹം നൽകണേ അല്ലാഹ് മടവൂർ ശൈഖുനാനെ തിരുനോട്ടം നൽകണേ അല്ലാഹ് അവിടത്തെ പൊരുത്തത്തിലാക്കണേ റബ്ബേ അഴുത്തീനാവിൽ കല്ലിയാസത്ത حولنا صب فينا الأمن
മിൻകു ശൈഖനാ മാടവറവാലി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നാളെ സ്വലാത്ത് മജ്ലിസാണ്. റജബ് മാസത്തെ വെള്ളിയാഴ്ച രാവാണ്. ജനലക്ഷങ്ങൾ കൈകുളിയർത്തുന്ന രാവാണ്. ജനസാഗരങ്ങൾ കൈകുളിയർത്തുന്ന രാവാണ്. അല്ലാഹുവേ, ആ സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.